എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മൈക്ക് നന്നായിരിക്കുന്നു, ഈ പരുവത്തിന് നിൽക്കണം കേട്ടോ, നന്നായിരിക്കുന്നു. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് വിശേഷ കൃപ നൽകണം. പുത്രനെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ കൺവെൻഷന്റെ അധ്യക്ഷൻ, ഈ ടീമിൽ പ്രവർത്തിക്കുന്ന മാന്യ സഹോദരങ്ങൾ, ആരാധനയിലും ശുശ്രൂഷയിലും ഇവിടെ സഹകരിച്ച ആദരണീയരായ കർത്തൃദാസന്മാർ, വിശേഷിച്ച് ഈ സ്റ്റേജിലും ഇവിടെ മുൻപിൽ സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന ആദരണീയരായ ബഹുമാന്യ കർത്തൃദാസന്മാർ, ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവർ, വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ഗായക സംഘം, വിശേഷിച്ച് വാദ്യ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, നല്ല നിലയിൽ മൈക്ക് സിസ്റ്റം പ്രവർത്തിക്കുന്ന മാന്യ സഹോദരങ്ങൾ, ദൂരത്തിരിക്കുന്നവർക്കും കാണാനും കേൾക്കാനും ഉതകത്തക്ക വിധത്തിൽ ഈ ശുശ്രൂഷ സംപ്രേഷണം ചെയ്യുന്ന നമ്മുടെ അതിൻ്റെ പേരിന് ഉത്തമഗീതം ഉത്തമഗീതം അതിൻ്റെ ചുമതലപ്പെട്ടവര്, വിശേഷിച്ച് എടുത്തു പറയേണ്ടത് ഈ സ്ഥലം ഇങ്ങനെ തന്ന ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവര്, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. യോഗം കഴിയുമ്പം വീട് പണി തുടങ്ങുമ്പോൾ അതെല്ലാം അതിൻ്റെ ഭംഗിയായിട്ട് നടന്നോളൂ. സ്തോത്രം. പുള്ളി ബുദ്ധിയുള്ള ആളാണ്. ചിലർ വീട് പണിതാൽ പോലും ഒരു യോഗം വെക്കുകയില്ല. ഇത് പണിയുന്നതിന് മുമ്പേ യോഗം വെച്ചാൽ എല്ലാം അതിൻ്റെ ഗുണമാകുന്ന കാര്യമാണ്. ദൈവം ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ധാരാളം സഹോദരങ്ങൾ റോഡിൽ നിൽക്കുന്ന, നിങ്ങളോട് ക്ഷമ ചോദിക്കുക. കസാരയില്ല. ഉണ്ടോ? കസാരയില്ലേ? ഉണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ടീമിൻ്റെ ആദ്യത്തെ കൺവെൻഷനാ അല്ലയോ? അപ്പം അത് എന്നെ തന്നെ വിളിച്ചല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ ഇതുപോലെ അനേക യോഗങ്ങൾ നടത്തുവാൻ ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും അവസരം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്കറിയുമോ എന്നറിയത്തില്ല. ആര് കുത്തിയാലും അരി വെളുക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമം മഹിമപ്പെടണം. അതിന് ദൈവം ഏവർക്കും കൃപ നൽകട്ടെ. ദൈവോചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കണം, ധ്യാനിക്കണം. ഇപ്പം ഇത് ഒരു ദിവസത്തെ കൺവെൻഷൻ ആയതുകൊണ്ട് എല്ലാ കാര്യവും പറയുകയും ചെയ്യണം, ഒന്നും ബാക്കിയിടാൻ നോക്കുകയില്ല. സാധാരണ ദൈവദാസന്മാർക്കറിയാം, കൺവെൻഷൻ്റെ 3 or 5 ദിവസമൊക്കെ ആണെങ്കിൽ പഴയ ഉപദേശിമാരൊക്കെ അതിൻ്റെ ഓർഡറില്ല. ആദ്യത്തെ ദിവസം രക്ഷ, 2-ാം ദിവസം സ്നാനം, 3-ാം ദിവസം ആത്മസ്നാനം, 4-ാം ദിവസം വേർപാട്, 5-ാം ദിവസം കൂട്ടായ്മ. ഇങ്ങനെയൊക്കെ അതിൻ്റെ ന്യായമായ ഒരു ഓർഡർ. ഇപ്പം ഇത് ഒരു ദിവസം ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനകത്ത് കൊള്ളിക്കുകയും ചെയ്യണം. അപ്പം ഞാനും അല്പം വിഷമത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ശാന്തമായിട്ട് നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. മോൾ ഒന്നുകൂടെ വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വായിച്ചു പാട് വരും. വായിച്ചു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടും വരുന്നവൻ.
ജീവനായകനേ മനുവേലേ ജീവനായകനേ ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊട്ടികെ മാറ്റാരെയുമേ ഞാനവനും അവൻ എനിക്കവനും പിന്നെ ഞാനവനൊട്ടികെ മാറ്റാരെയുമേ ന്യൂനമറിയുന്നതിൽ എനിക്കവനല്ലായ വൻ ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ജീവനായകനേ കൃപയിൽ നീക്കാൻ വിയർപ്പുവെല്ലാം എൻ്റെ മേലൊട്ടിച്ചു പാപത്തിൽ നിന്നുണർത്തി ജീവകൃപയിൽ നീക്കാൻ വിയർപ്പുവെല്ലാം എൻ്റെ മേലൊട്ടിച്ചു പാപത്തിൽ നിന്നുണർത്തി കൃപയിൽ നീർപ്പുവെള്ളം എൻ്റെ മേലൊട്ടിച്ചു പാപത്തിൽ നിന്നുണർത്തി നാവിലൊരു പുതിയ പ്രാർത്ഥനയെ പകർന്ന വൻ ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ജീവനായകനേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ യോഗം എപ്പോഴാ നിർത്തണ്ടേ? പ്രസംഗം പറയുന്ന സമയത്ത് നിർത്തും. അതിൻ്റെ സമയം പറയുമ്പോൾ വായിച്ചതാ. ഇത് ഇത്ര പിടിക്കുകയല്ല. കാരണം ഇതാ നല്ലത്. അപ്പം 9:45 10 ജോഡി ഇവര് പറയുന്നത് നിങ്ങളോട് ചോദിക്കണമെന്ന്. അവരങ്ങ് ഒഴിയാനാ. യാതൊരു അഭിപ്രായവും ഇല്ല. നോക്കട്ടെ, ഒരു 9:30 കഴിഞ്ഞ് പരുവം കാണുമ്പോൾ എനിക്കറിയാം. അപ്പം അതനുസരിച്ച് നിൽക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ് ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി ബഹുമാന്യ കർത്തദാസന്മാർക്കെല്ലാം നന്ദിയും വന്ദനവും. ഓൺലൈനിൽ
അനേക ദൈവമക്കൾ ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും വന്ദനം. ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും വന്ദനം. ഈ മാന്യ കർത്തദാസന്റെ ഇവിടെ വന്ന് 2 ദിവസം പാർത്ത് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. നമ്മുടെ സ്ഥലത്തിന്റെ പേരിന് ചെലമ്പറ. എല്ലാ കർത്തദാസന്മാർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ മോള് സഹോദരി നന്നായിട്ട് പാട്ട് പാടി ആരാ പേരെന്തുവാ? ജിസ. നന്നായിട്ട് പാടി. ദൈവം അനുഗ്രഹിക്കും. അക്ഷരം ഒക്കെ തെറ്റാതെ ഒത്തിരി കഷ്ടപ്പെട്ടല്ലയോ? കഷ്ടപ്പെട്ട അഭിനന്ദിക്കണ്ടേ? സ്തോത്രം. ഇപ്പോഴത്തെ പാട്ട് യേശു യേശു 4 ഷൂ വെക്കുമ്പോഴേ പാട്ട് തീർന്നു. ഇത് നന്നായിട്ട് കുത്തിയിരുന്ന് പഠിച്ചതാണ്. അപ്പൊ ഏതായാലും ദൈവം ഈ പ്രിയപ്പെട്ടവരെയും പ്രിയമകളെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് ഇന്ന് രാത്രി വന്നിങ്ങനെ ശുശ്രൂഷിപ്പാൻ ദൈവം തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. ക്ഷണിച്ച ടീമിന്റെ ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഓർപ്പിച്ചതുപോലെ നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ 21 ദിവസം ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉപവസിപ്പാൻ ദൈവം കൃപ നൽകി. അതിനുശേഷമായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ യാത്രയുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് നിരന്തര യാത്രയായിരുന്നു. ബാംഗ്ലൂരുമൊക്കെ പോയി, ഉറങ്ങിയില്ല. വ്യാഴാഴ്ച അങ്ങോട്ട് പോയി, രാത്രി ഉറക്കമുളച്ച് അവിടെ ചെന്ന് രാവിലെ അവിടെ ഫ്യൂണറൽ സർവീസിന് കൂടി, വൈകിട്ടൊരു ശവസംസ്കാര ശുശ്രൂഷ ഒരു വീട്ടിൽ നടന്നത്. പിറ്റേന്നാണെങ്കിലും വൈകിട്ട് അവിടെ ശുശ്രൂഷിച്ചു. രാത്രി വീണ്ടും തിരിച്ചു യാത്ര ചെയ്തു. ഇന്നലെ കാത്തിരിപ്പ് യോഗത്തിന് വൈകിട്ട് വന്ന് സംബന്ധിച്ചു. കാത്തിരിപ്പ് യോഗം കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. വെളുപ്പിനെ 3 മണിയായപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഷിബുപാസ്റ്ററുടെ അടുക്ക വന്ന് പെയ്ത്തോമി വന്ന് അല്പസമയങ്ങളൊന്ന് മയങ്ങി. രാവിലെ 8 മണി മുതൽ അവിടുത്തെ സഭായോഗം. അത് കഴിഞ്ഞ് നമ്മുടെ അലക്സ് പാസ്റ്റർ അവിടെ 10 മണി. അലക്സ് പാസ്റ്റർ അവിടെ വന്നില്ലേ? അല്ല, പുള്ളി എന്ത് ചെയ്യാനായി ചോദിച്ചേ? അവിടെ സഭായോഗം. അത് കഴിഞ്ഞ് ഷിബുപാസ്റ്റർ ഭവനത്തിന് അല്പസമയങ്ങളൊന്ന് വിശ്രമിച്ചു. അങ്ങനെ ഇപ്പം തിരിച്ചിവിടെ വന്നത്. അപ്പോൾ ആ നിലയിലൊക്കെ ശാരീരിക ക്ഷീണമുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടപ്പോൾ ക്ഷീണമെല്ലാം മാറി. സ്തോത്രം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപയെ ശരണപ്പെട്ട് ഇന്ന് രാത്രി തിരുവചനം ധ്യാനിക്കാം. ദൈവത്തിന് മഹത്വം. ദൈവം ഈ ദേശത്തെയും കൂടപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ വായിച്ച തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ്. മോളെ ഒന്നുകൂടെ വായിച്ചു. യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. കർത്താവ് തിരുവായി മുടിഞ്ഞു പറകയാ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, ജീവിച്ചിരിക്കാൻ എന്നൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതാണ് നമ്മുടെ വിഷയം. ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇന്ന് രാത്രി വായിച്ചത് യോഹന്നാന്റെ സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? അത് ഇവിടെ കൂടപ്പെട്ട പലർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റാനുള്ള പരിപാടിയല്ല. ബഹളവും വെപ്രാളവും ഉണ്ടാക്കി നാട്ടുകാരെ കിടത്തി ഉറക്കാത്തതല്ല. അവിടെ ഇവിടെ ആയിരുന്നവര് ഒന്നിച്ചുകൂടി അലപ്പറ ഉണ്ടാക്കുന്നതല്ല. സഭ മാറ്റുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. അതാ സുവിശേഷം. വേറെ പുസ്തകം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, പൗലോസ് വളരെ സ്പഷ്ടമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാണ് സുവിശേഷം. യേശു ക്രിസ്തു. ആ സുവിശേഷം എല്ലാവരും കേൾക്കണം, അറിയണം. ആ ഉദ്ദേശത്തിലാ ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തുന്നത്. അല്ലാതെ നമ്മുടെ പേരന നമ്മളന്ന് വിദേശത്തുണ്ടെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഈ 2-3 കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ് കമ്പനി വന്ന് കാശെല്ലാം കൂടെ കടന്ന് കണ്ടമാനം തെള്ളി. അപ്പൊ പുള്ളി ഇവിടെ വന്നപ്പോൾ ചിന്തിച്ച് കാശെല്ലാം കൂടെ വന്ന് തെള്ളുന്നു, എന്നെ അതിനൊരു ബോംബടി. അപ്പം ഇവര് പറഞ്ഞു നമുക്കൊരു ടീം ഉണ്ടാക്കി യോഗം വെക്കാം. അങ്ങനെ വെച്ചതാന്നോ? ഇല്ല, കാശ് കണ്ടമാനമില്ല. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ കണ്ടമാനം ഉണ്ടായിരുന്നെങ്കിൽ സ്വോത്രകാഴ്ച എടുക്കുകയില്ലായിരുന്നു. ഇല്ലെന്ന്.
അപ്പൊ ഇത് കാശ് കണ്ടമാനം വന്ന് തെള്ളിയിട്ട് നടത്തുന്ന യോഗമല്ല. ഈ മാന്യ സഹോദരന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹം, അവരറിഞ്ഞ യേശുവിനെ, അവർ പ്രസംഗിക്കുന്ന യേശു, അവരനുഭവിക്കുന്ന യേശുവിനെ അനേകരറിയണം. അതായത് ഇതിന്റെ ഉന്നം. പിന്നെ ചില ആൾക്കാര് പറയാറുണ്ട്, അച്ചായ ഞങ്ങളുടെ കൂടെ വരാനൊന്നുമല്ല, പിന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേൾക്കാനാ. സ്തോത്രം. യേശുവിനെ പറ്റി കേൾക്കാനാ. അത് ചുമ്മാ പറയുന്നതാ. ഇത് കേൾക്കുന്നവർ മുഴുവൻ ഞങ്ങളുടെ കൂടെ വരണം. അല്ല പിന്നെ എന്തിനാ യോഗം നടത്തുന്നത്? എൻ്റെ ആഗ്രഹം അതാ. പൗലോസ് പറഞ്ഞ പദം കടമെടുക്കുക. ഞാൻ പൗലോസൊന്നുമല്ല, ഞങ്ങളെ ഒഴികെ മുഴുവൻ ആൾക്കാരും എന്നെ പോലാകണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം യേശുക്രിസ്തു മാത്രം. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നമേ, ഇകത്തിലുണ്ടോ പറക. പരന്താൻ പരിശുദ്ധ പരന്താൻ മകത്വ പരന്താൻ മനമേ, മകത്വ പരന്താൻ വല്ലഭ പരന്താൻ പരിശുദ്ധ പരന്താൻ മകത്വ പരന്താൻ മനമേ, മകത്വ പരന്താൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കാൻ വല്ലഭത്വമുള്ള ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശുക്രിസ്തു. അതാണ് സുവിശേഷം. ആ സുവിശേഷം എല്ലാവരും കേൾക്കണം, എല്ലാവരും അറിയണം. പിന്നെ തീരുമാനമെടുക്കുന്നതും അത് കാര്യങ്ങൾ അതിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് ദൈവം ഓരോരുത്തർക്ക് അതിനുള്ള അവസരം തരുന്നുണ്ട്. പക്ഷെ ഇതാണ് രക്ഷയുടെ മാർഗം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കാന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വരാറുണ്ട്, വന്നിട്ടുമുണ്ട്. അവരുടെ കാര്യം തന്നെ പരുവക്കേടിലായി ഇപ്പം നിൽക്കുന്നത്. സ്തോത്രം. ശരിയാക്കാന്ന് പറഞ്ഞ ആൾക്കാരിപ്പം കടന്ന് കുഴയുക. ശരിയാക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. അതാണ് സുവിശേഷം. ഈ സുവിശേഷത്തെ നശിപ്പിച്ച് കളയുവാൻ വളരെ വ്യഗ്രതയോടെ, തീക്ഷ്ണതയോടെ, ഉഗ്രബുദ്ധിയോടെ കച്ച കെട്ടി വന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിന്റെ ആരംഭം മുതലേ ഉണ്ടായിരുന്നു. എങ്ങനെയും ഇതിനെ തകർക്കണം, നശിപ്പിക്കണം. ഒരു കാര്യം അങ്ങനെയുള്ളവരുടെ അറിവിന് പറയുക, അങ്ങനെയുള്ള ആരെങ്കിലും പിന്നെ ഈ കൂത്തി ഉണ്ടെങ്കിൽ നീ വൃഥാ കിടന്ന് പോരാടുക. സുവിശേഷത്തെ തകർക്കാൻ, നശിപ്പിക്കാൻ ഒരുത്തനെ കൊണ്ട് ഒക്കത്തില്ല. ഞങ്ങളെ ചിലപ്പം തല്ലിക്കൊല്ലായിരിക്കും. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മുക്കിന് നിന്ന് വണ്ടിക്ക് അള്ളു വെച്ചാൽ മതി, വണ്ടി നിൽക്കും. സ്തോത്രം. നമ്മൾ റൂട്ട് മാറിയേ പോവുള്ളൂ. പിന്നെ അപ്പോൾ എന്നെ തല്ലിക്കൊല്ലാം, ഉപദേശിമാരെ തല്ലിക്കൊല്ലാം, ബൈബിള് കത്തിക്കാം, യോഗം നടക്കുന്ന പന്തലിൽ കയറി ട്യൂബ് ലൈറ്റ് അടിച്ചു പൊട്ടിക്കാം. അതിനൊക്കെ കരുത്തും ആളും ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. സുവിശേഷത്തെ തകർക്കാനൊക്കത്തില്ല. കാരണം ഇത് ഉയർത്തെഴുന്നേറ്റ മാർഗമാണ്. സുവിശേഷത്തെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ കച്ചകെട്ടി രംഗത്ത് വന്ന മിടുക്കന്മാരുണ്ട്. പക്ഷേ സുവിശേഷത്തിന് ഒരു കുഴപ്പവും വന്നില്ല. അത് ഇന്ന് വന്നിട്ട് വെന്നിക്കൊടി മാറിച്ചോണ്ടിരിക്കുക. എന്നെ തല്ലിക്കൊന്നാൽ ഇതുപോലെ 100 എണ്ണത്തിന് ദൈവം അങ്ങ് എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇവിടെ CSI സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരോ CSI സഭാംഗമായ ആൾക്കാർ, സഭ മാറ്റാനൊന്നുമല്ല, ഉണ്ടെങ്കിലൊന്ന് കൈ പൊക്കിക്കേ. CSI ഈ മാർഗത്തിൽ വന്നവരോ CSIക്കാരോ കൈ അങ്ങ് പൊക്ക്. കൈ ഉണ്ടല്ലോ, അങ്ങ് പൊക്ക്. അച്ഛനൊന്നും പറയുകയല്ല, അച്ഛനും ഇതൊക്കെ സന്തോഷമാണ്. ഇത്രയും പേരെ വന്നോളൂ.
അപ്പം നിങ്ങളുടെ അവിടെ പാടുന്നൊരു പാട്ട് നമുക്ക് പാടാം. അതിനാ അല്ല, നിങ്ങളെ സഭ മാറ്റാനൊന്നും അല്ല. ഒന്ന് എഴുന്നേറ്റ് തന്നെ കാണട്ടെ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ യോഗത്തിന് വന്നതിപ്പം ആരും അറിയാതെ പുറകെ ഇരുന്നേച്ച് പോകണമെന്ന് ഓർത്ത് അന്നേരം അങ്ങേര് എഴുന്നേപ്പിച്ച് നിർത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൈ പൊക്കി 5-6 പേരാ, 2 പേരെ എഴുന്നേറ്റേ ഉള്ളൂ. എന്നാലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ അവിടെ പാടുന്നൊരു പാട്ടുണ്ട്. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ. നിങ്ങൾ ആരും പാടുവൊന്നും വേണ്ട, അവര് പാടിക്കോളൂ. എഴുന്നേക്കാൻ പറഞ്ഞപ്പോ എഴുന്നേറ്റില്ല. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ തല കുനിക്കുമേ അത് വെகு സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ തല കുനിക്കുമേ അത് വെகு സന്തോഷമേ. ഇടിക്കണം പേയിൻ കോട്ട നാം മുടിക്കണം സ്നേഹത്തിൻ കൊടി പിടിക്കണം യേശുരാജന്റെ സുവിശേഷ കൊടി കോച്ചത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ തല കുനിക്കുമേ അത് വെகு സന്തോഷമേ. സുവിശേഷം ആമേൻ ജയിക്കും. സുവിശേഷം മാത്രമേ ജയിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഇത് മരിച്ച് മണ്ണടിഞ്ഞു പോയ മാർഗമല്ല, ഉയർത്തെഴുന്നേറ്റ മാർഗമാണ്. ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഇനി 2, സുവിശേഷം വന്നതാ നിന്റെ എൻ്റെ മട്ട് മാറിയത്. നാടിന്റെ മുഖച്ഛായ മാറിയത് സുവിശേഷം വന്നത് കൊണ്ടാ. ഇല്ലേ? എല്ലായിടത്തും ഞാൻ പറയുന്ന ഇത് ഒരു ദിവസത്തെ യോഗമായതുകൊണ്ട് ഇതെല്ലാം ഒപ്പിച്ചേച്ചേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. 5-6 ദിവസം തന്നെ പുറകെ വരുന്നവരെ ഞങ്ങൾ ഓരോരുത്തർ കുറേശ്ശെ പറയുമ്പം ബാക്കി അവർ പൂരിപ്പിച്ചങ്ങ് പോകും. അപ്പൊ ഇതെല്ലാം പറയണം, അതിന് ഏകദേശം നോക്കട്ടെ. അപ്പൊ സുവിശേഷം വന്നതാ ദേശത്തിന്റെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ആമേൻ ജീവിത രീതി മട്ടും മാറിയത്. അതെന്താ പറയാം. കേരളത്തിൽ പണ്ട്, ഇപ്പോഴല്ല പണ്ട്, ഒരു 100 വർഷമൊക്കെ പുറകെ പട്ടിക്ക് ഈ വഴിയെ കൂടെ നടക്കാരെന്ന് മനുഷ്യന് നടക്കാൻ പറ്റും. മനസ്സിലായി? പട്ടി എന്ന് പറഞ്ഞിട്ട് പിടി കിട്ടുന്നില്ലെന്ന്. പട്ടിക്ക് വാല് വെക്കയാട്ടി കുറച്ചോ നോക്കിയോ ഈ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നെടുക നടക്കാം. പക്ഷേ 100 കൊല്ലം മുമ്പ് താഴേക്കിടയിൽ മനുഷ്യര് വിധിച്ചു വച്ചിരിക്കുന്നതാ. അധകൃതരാകുന്ന ഒരു വ്യക്തിക്ക് ഈ വഴി കൂടെ എന്തിനാ വല്ലവരുടെയും കാര്യം പറഞ്ഞത്? എൻ്റെ വല്യപ്പന് അങ്ങനെയൊന്നും വഴി കൂടെ നടക്കാൻ ഒക്കുകയില്ലായിരുന്നു. എൻ്റെ വല്യപ്പൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അങ്ങ് സന്തോഷിച്ചു. ഒരു 100 കൊല്ലം മുമ്പ് എൻ്റെ വല്യപ്പൻ്റെ അപ്പന് മെയിൻ റോഡിൽ കൂടെ നടക്കാൻ നടത്തുകയല്ല. വേറെ കുറെ ആൾക്കാരുണ്ട്, അവര് ഇതിലേ കൂടെ വരുമ്പോൾ നമ്മൾ ഓടിക്കോണം. ഹോയ് ഹോയ് എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓടി ഒളിച്ചോണം. കാട്ടിൽ കയറിയോ പള്ളക്കകത്തെങ്ങനെ പാത്തിരുന്നോണം. അവത്തങ്ങൾ പോയി കഴിയുമ്പോൾ അവത്തങ്ങളെ ഇങ്ങനെ എന്തുവാ ചുമന്നോണ്ടാ വരുന്നത്. അന്നാ നിങ്ങൾക്ക് വയ്യ. ചുമക്കുന്നതിൻ്റെ സാധനത്തിൻ്റെ പേരും മറന്നു. പല്ലക്ക്, മഞ്ചം. നമ്മുടെ ലാച്ച കൊണ്ടുപോകുന്നതല്ല, വേറൊരു മഞ്ചം കൊണ്ടില്ല. ഇന്ന് ഞാൻ നാളെ അതല്ല. പല്ലക്കയിലെ തമ്പുരാക്കന്മാരെയല്ല ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ വല്യപ്പന്, നിങ്ങളുടെ വല്യപ്പന് അങ്ങനെ നിന്നാൽ, നിങ്ങളുടെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ വല്യപ്പൻ ഇവിടെ നിൽക്കും. വീക്ക് മേടിച്ചോണ്ടേ പോവുള്ളായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പല്ലക്കയിലൊക്കെ എഴുന്നള്ളിച്ചോണ്ട് വരും. അന്നേരം അധകൃതനാകുന്ന താഴേക്കിടയിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിക്ക് വഴി ഏരിയായി നിൽക്കാനൊക്കത്തില്ല. അയാളെ ചുമ്മിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. പാട്ടുകളെല്ലാം വരുന്നുണ്ട്. എനിക്ക് കൂടെ പാടാനും താളത്തിന് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പം ഇത് ഒരു ദിവസത്തെ യോഗമായിട്ട് തന്നെ ഇവരിവിടെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങളൊരു ധാരണ നേരത്തെ ഇല്ലാത്തത് കൊണ്ട് ഇവർ ഇതെല്ലാം കൂടെ ഒപ്പിച്ച് വരുമ്പോൾ ഞാൻ പാട്ട് നിർത്തും. അപ്പം ഞാൻ പാട്ട് തുടങ്ങുമ്പോൾ ഇവരിത് പതുക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്നാലും സഹകരിക്കുക, നമുക്ക് നോക്കാം. പിന്നെയും യോഗം എങ്ങാനും വെക്കുക ആണെങ്കിൽ അപ്പം ഇത് നിങ്ങളെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകും.
പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണ്ണി മഞ്ചം ചുമന്ന്. അല്ല, അപ്പൊ നിങ്ങളെ കൊണ്ട് പോവുക. അത് വേണ്ട, കഴിഞ്ഞിട്ട് ഇത് കുഴപ്പമില്ല. ഇവരെ ഈ തോളെ ചുമക്കൊണ്ട് പോവുക പല്ലക്കല്ലേ. അന്നേരം വഴിയിലൊന്നും സാധാരണക്കാർക്ക് നിൽക്കാനൊക്കുകയല്ല. പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്ന്. പണ്ടു പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്ന്. പറ്റമണ്ണിൽ പണി കേട്ടു തൂച്ച തുടങ്ങിയ തലമുറ നാം. അതികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. നമ്മളൊന്നാണ് പാട, നമ്മളൊന്നാണ്, നമ്മളൊന്നാണ് പാട, നമ്മളൊന്നാണ്. അതെ, അപ്പം ഇങ്ങനെ പല്ലക്കാൽ ഇവരെ ചുമ്മിക്കൊണ്ടൊക്കെ നടക്കുമ്പം സാധാരണക്കാർക്ക് വഴി കൂടെ നടക്കാനൊക്കെയല്ല. വിശദീകരിക്കുന്നില്ല, ചരിത്രമൊക്കെ പറയേണ്ടത് ആ സമയത്തേയും കൂടെ ഭയപ്പെടുന്നവാ. അങ്ങനെ ഈ റോഡിൽ കൂടി നടക്കാൻ മുഖാന്തരം ഒരുക്കിയതിന്റെ പ്രഥമ വിഷയം ഈ സുവിശേഷമാണ്. അല്ല, ഇന്നും പട്ടി വഴി കൂടെ നടന്നതിനും കുഞ്ഞമ്മയ്ക്കും അച്ഛൻ ഇതിൽ നടക്കാൻ ഒക്കുകയല്ല. ഇതിനെ വഴി കൂടെ അന്തസ്സായിട്ട് നടത്താൻ മുഖാന്തരം ഈ സുവിശേഷമാണ്. മനസ്സിലായോ? സ്തോത്രം. അത് ആ സുവിശേഷത്തിന്റെ വിശേഷത. ഇതുപോലെ വെള്ള തുണി ഇതുമൊക്കെ ഉടുത്ത് അന്തസ്സായിട്ട് കഞ്ഞിയും മുക്കി അല്ലെ പശയൊക്കെ മുക്കി തേച്ച് വടി പോലെ വെള്ളത്തുണി എടുത്തോണ്ട് നിങ്ങളുടെ വല്യപ്പൻ്റെ അപ്പനോ എൻ്റെ വല്യപ്പൻ്റെ അപ്പനോ അന്ന് നടക്കാനൊക്കത്തില്ല. യവന്മാർ നടത്തുകയല്ലായിരുന്നു. ആരേലും ഒരു വെള്ളത്തുണി മേടിച്ചാൽ അത് കരി തേച്ച് ചെളി തേച്ചേച്ച് വേണം ഉടുക്കാൻ. സമ്മതിക്കുകയല്ലായിരുന്നു. ഇന്നെങ്കാനും നീ അങ്ങനെ എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾ നിന്നെ എറ്റും. സ്തോത്രം. അത് മാത്രം പിടിച്ചിടാനാണോ? അപ്പൊ ശ്രദ്ധിക്കുക, യോഗ്യമായ വസ്ത്രം ധരിക്കുവാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. മനസ്സിലായോ? സ്തോത്രം. മാത്രമാണോ പള്ളിക്കൂടത്തിൽ പോകാനും പഠിക്കാനും അക്ഷരം കൂട്ടി വായിക്കാനും ഇടവരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. സാൽവേഷൻ ആർമിയിലെ മിഷണറിമാരും CMSലെ മിഷണറിമാരും ഒക്കെ വന്ന് നന്നായിട്ട് ഇവിടെ അധ്വാനിച്ച് താഴേക്കടയിൽ കിടന്ന പ്രിയപ്പെട്ടവരെ വിദ്യ അഭ്യസിപ്പിക്കുവാൻ അഹോരാത്രം ബന്ധപ്പെട്ട് ഈ പള്ളിക്കൂടം പണിത് പള്ളിക്കൂടത്തിൽ ഇരുത്തി. അത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷ യോഗം നടക്കുന്നത്. സ്തോത്രം. അന്നേരം നീ പാത്ത് പമ്മി നടക്കുക. അതാരാന്നറിയാമോ? നമുക്ക് ഇതിലേ അങ്ങ് പോകുന്നതാണ് നല്ലത്. നേരെ അങ്ങോട്ട് ചെല്ലണം. സുവിശേഷവാ, വഴക്കുണ്ടാക്കാനല്ല, സുവിശേഷവാന്ന് പറയണം. രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസവും എന്നും പറഞ്ഞ് പണ്ട് നമ്മുടെ അമ്മച്ചിമാർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ മേല. എന്നാൽ ഇപ്പം ഇടയ്ക്ക് ഗ്ലോറി ഉണ്ടോ? ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. എന്നാ തള്ളയോട് പറയാം, നീ എഴുതി ഇഞ്ഞ് തരാൻ പറഞ്ഞ പാഷു ഗ്ലോറിയുടെ സ്പെല്ലിങ് അതൊന്നും അമ്മയ്ക്ക് അറിയാൻ പറ്റില്ല. എന്നാലും അമ്മ മൂപ്പ് കയറുമ്പോൾ ഗ്ലോറി, ഈ സുവിശേഷം വന്നതാ. ഇല്ലേ? പിന്നെ അപ്പുറം ചിഹ്ന ഇരുന്ന് ഗ്ലോറി പറയുമ്പം തങ്ക പറയുന്നത് പ്രൈസ് ദ ലോർഡ്. അതൊന്നും എഴുതാൻ അറിയാൻ മേല, എന്തെങ്കിലും വെച്ച് കീച്ചുക. അന്നേരം പുറകെ ഇരുന്ന് മേരി ഗ്ലോറി ടു ഗോഡ്. ഉണ്ടോ? അല്ല, ഈ സുവിശേഷം വന്നതാ. അതിൽ ഏറ്റവും പുറകെ ഇരുന്ന് അന്ന വിക്ടറി അത് എഴുതി തരാൻ പറഞ്ഞ ഒന്ന് ബാക്ടറി പോലും അറിയാൻ മേല. പിന്നെ പക്ഷെ ഇതെല്ലാം ഈ രണ്ട് വാക്ക് പറയാനാന്നേലും ഇത് ചാടി അടിക്കാനാന്നേലും ഇടയാക്കിയത് സുവിശേഷം വന്നതാണ്. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും
പുകഴ്ത്തുവിൻ സുവിശേഷം. ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം. ആ മംഗള ജയ ജയ സന്ദേശം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം മന്നനാ നമ്മുടെ മട്ട് മാറിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടും പറയുക, ഏത് സ്ഥലത്ത് എവിടെയും ഏത് സമയത്തും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, സുവിശേഷം. വേറെ എല്ലാ കാര്യവും എല്ലാ സ്ഥലത്തും എല്ലായിടത്തും പറയാനൊക്കത്തില്ല, പറഞ്ഞാൽ പ്രശ്നമാ. സുവിശേഷം എല്ലായിടത്തും പറയാം. ആ സുവിശേഷം യേശു ക്രിസ്തു. എവിടെയും പറഞ്ഞോണം, ധൈര്യത്തോടെ പറയണം. കാരണം യാതൊരു കുഴപ്പമില്ലാത്തവനാ ക്രിസ്തു. ബാക്കി ആരെ പറ്റി പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അപാകത ഉണ്ട്. യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസ്രയനാകുന്ന യേശു ക്രിസ്തു. എവിടെയും പറയാം. സ്തോത്രം. അപ്പൊ ഈ സുവിശേഷം എന്നതായി മട്ടെല്ലാം മാറുക നാം പറഞ്ഞു വരുന്നത്. ഒത്തിരി കാര്യം പറയാനുണ്ട്. അയിത്തം ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില ഇടങ്ങളിൽ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട്. പിന്നെ വരുന്നുണ്ട് അങ്ങോട്ട്. സ്തോത്രം. ഒന്നിച്ചൊരു പന്തിയിലിരിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഒരു പള്ളിയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഒരു സഭയ്ക്കകത്ത് ഒന്നിച്ച് വരാൻ ഇടയാക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പണ്ട് മിറ്റത്ത് കയറ്റുകയല്ലായിരുന്നല്ലോ, കയറ്റുവോ? നല്ല ഏലായി. ജോലി ചെയ്താൽ കൂലി കൊടുക്കുകയല്ല. കൂലി ചോദിച്ച് തമ്പുരാക്കന്മാരുടെ അടുക്കലോട്ട് നിന്നും. നിങ്ങൾ ഈ കേരളത്തിലൊന്നും അല്ലായിരുന്നോ? ഇതിപ്പോ കണ്ടിട്ട് ന്യൂസിലൻഡിൽ നിന്ന് യോധൻ ഇന്നലെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. പാടത്ത് പണിയെടുത്താലേ ഈ കൂലി ചോദിച്ച് തമ്പുരാക്കന്മാരുടെ മിറ്റത്തൊന്നും ചെല്ലാൻ അയിത്തമുള്ള കാലമാ. തൊട്ടുകൂടായ്മ. അതുകൊണ്ടല്ലേ ആശാൻ പണ്ട് എഴുതിയല്ലോ, എൻ കുമാരനാശാൻ. ആശ ഇവിടെ തമ്മാനമാടിയ പ്രഗത്ഭനായിരുന്നു എൻ കുമാരനാശാൻ. കുമാരനാശാനെ കേട്ടിട്ടില്ലേ? ചുമ്മാ. അപ്പൊ ആശാൻ അതെല്ലാം കണ്ട ഇവിടുത്തെ ഈ കാട്ടായം എല്ലാം കണ്ട ആശാൻ ഒരു പുസ്തകം എഴുതി, ദുരവസ്ഥ. വല്ലാത്ത അവസ്ഥയാ. അപ്പം അതിനകത്ത് ഒന്നിന്റെ പ്രയോഗങ്ങളുണ്ട്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്ത ഇച്ചിരി സ്പീഡ് കുറച്ച് വേണേ, ഇച്ചിരി മൂപ്പ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പൊ ജാതിക്കോമരങ്ങൾ ഏടി ഉറഞ്ഞ് കലിതുള്ളിയ കാലം, അതിന് മാറ്റം വരുത്തുവാൻ മുഖാന്തരമായത് ഈ സുവിശേഷമാണ്. ഇന്ന് അത് തന്നെ പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഞാനത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടം വരും, ചിലർ പറയും, ഓ പുള്ളിയെ വചനത്തിൽ നിന്നൊന്നും. ഇതെല്ലാം കൂടെ പരിഗണിക്കണമല്ലോ. അതുപോലെ പണ്ട് ആശുപത്രിയിലൊന്നും ചെല്ലാനൊക്കത്തില്ല അധസ്ഥിതർക്ക്. ആശുപത്രി നേരെ എന്ന് ഡോക്ടറെ കാണാനൊന്നും. അപ്പോത്തിക്കിരി പണ്ട് അങ്ങനെയാ പറഞ്ഞത്, അപ്പോത്തിക്കിരി. പാവത്തുങ്ങളെല്ലാം ആശുപത്രിയുടെ എവിടെയെങ്കിലും ഒരു കോണിനകത്ത് ഒന്നിച്ചു അവിടെ നിൽക്കും. മെയിൻ ആൾക്കാരെ എല്ലാം അവർ പരിശോധിച്ച് അടുത്തിരുത്തി ഇതൊക്കെ നോക്കുന്ന. എൻ്റെ സാധനത്തിന്റെ പേരെന്നാ? ഞാൻ പറഞ്ഞ ഒക്കുകയല്ല. അപ്പൊ അതെല്ലാം വെച്ച് ഇടിപ്പും അടിപ്പും ഒക്കെ നോക്കി മരുന്നൊക്കെ കൊടുക്കും, തിരിച്ചിരുത്തും. പാവത്തങ്ങളെ അങ്ങനെ തൊടുക പോലുമില്ല. അയിത്തമല്ലേ? അവരെല്ലാം മണ്ണെണ്ണ മേടിക്കുന്ന കുപ്പി പോലെ വലിയ കുപ്പിയായിട്ട് മൂല നിൽക്കുക. അപ്പോത്തിരിക്കേ ഡോക്ടർമാർ വന്ന് ദൂരെ നിന്ന് നോക്കും, അടുത്തൊന്നും വന്ന് പരിശോധിക്കുകയല്ല. അയിത്തവാന്ന് ദൂരെ നിന്നിങ്ങനെ നോക്കും. വലിയ അണ്ടാവിനകത്ത് കലക്കി വെച്ചിരിക്കാൻ മരുന്ന്, അത് തന്നെ എടുത്ത് എല്ലാവർക്കും ഓരോ കുപ്പി. തള്ളമാരെല്ലാം നിനക്ക് നിറച്ചുണ്ടല്ലോ, എനിക്ക് പകുതിയേ ഉള്ളടി. അവിടെ മുതൽ തള്ള അങ്ങ് കുടിക്കുക. ചിലതൊക്കെ രക്ഷപ്പെടും. പണ്ട് കാലത്തെ കൊടുക്കുകയല്ല.
ആയിത്തമാ. അപ്പൊ അത് കണ്ട് അനേക മിഷണറി വൈര്യന്മാർ, അനേക മിഷണറി വനിതമാർ ഇവിടെ വന്ന് ആശുപത്രികൾ സ്ഥാപിച്ചു. ഏത് സമയത്തും ക്ഷീണമോ രോഗമോ പ്രയാസമോ ഉള്ളവർക്ക് ആശുപത്രി ചെല്ലാം, അല്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കും. ആതുര ശുശ്രൂഷ. ആ ആതുര ശുശ്രൂഷയ്ക്ക് മുഖാന്തരമൊക്കെ ഒരുക്കിയത് ഈ സുവിശേഷം വന്നതാണ്. അല്ലെങ്കിൽ ഇരുത്തുകയല്ല, തരികയല്ല. ഗവൺമെന്റും ആദ്യകാലത്ത് പാവത്തങ്ങൾക്ക് മരുന്ന് കൊടുക്കുക, അവന്മാർ കൊടുക്കുകയല്ല, അവന്മാർ സൈഡിൽ കൂടെ അത് വിറ്റേച്ച് പിന്നെ അണ്ടാവിനകത്ത് കലക്കി വെച്ചത് ആ തള്ളമാർക്കല്ല കൊടുക്കുകയല്ല. അവരത് വേറെ വഴി കൂടെ. പണ്ട് ഞങ്ങൾക്കൊരു അച്ഛനുണ്ടായിരുന്നു, പുള്ളി ഇതെല്ലാം കൂടെ കണ്ട് ഒരു പാട്ടുമൊക്കെ എഴുതി. ഏതാ ഇതിനകത്ത് ഈ കൃത്രിമമൊക്കെ കണ്ടത്, പാവത്തങ്ങ് കൊടുക്കാനുള്ള മരുന്നാ, അത് കൊടുക്കുകയല്ല. അത് ഇവര് ചുമതലപ്പെട്ടവർ വിറ്റേച്ച് അവര് കാശടിക്കും, ഇവത്തുങ്ങൾക്ക് വേറെ എല്ലാം കൂടെ കലക്കി വെച്ചതല്ല. അപ്പൊ പുള്ളി ഒരു പാട്ടെഴുതി, നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാഴ്ചവർകൾ എടുത്തിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാഴ്ചവർകൾ എടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതി? ആകുലം തീർവാ എന്തു വഴി? അപ്പൊ ഈ നല്ല നല്ല മരുന്നുകള് യവന്മാര് വേറെ സൈഡിൽ കൂടെ വിറ്റ് കാശടിക്കും. കുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്ന് കൊടുക്കും. പാവത്തങ്ങൾക്കൊന്നും ഗുണം വരുത്തുകയില്ല. പണ്ട അന്നേരമാ മിഷണറി വൈദ്യന്മാരും മിഷണറി വനിതകളും ഈ സുവിശേഷത്തെ സ്നേഹിച്ച് ഈ നാട്ടിൽ വന്ന് ആതുര ശുശ്രൂഷ നന്നായി ചെയ്തത്. മനസ്സിലായോ? അതിനെല്ലാം മുഖാന്തരം ഈ സുവിശേഷം വന്നത്. ഇതിനൊന്നും ഇങ്ങനൊന്നും അല്ല ഹല്ലേലൂയ പറയണ്ടേ. പിന്നെ വേണ്ട, ഇനി ഇത്രയിലും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. തണുപ്പം പിടിച്ചിരുന്ന ഇത്രയിലും ഒപ്പിച്ചു തന്നല്ലോ, വലിയ കാര്യം. അപ്പൊ ഇതെല്ലാം ഈ സുവിശേഷം വന്നതാ ഇതിനെല്ലാം മാറ്റം വന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയാം, നന്നായിട്ട് സുവിശേഷം പറഞ്ഞോണം, ആരോടും പറഞ്ഞോണം, എവിടെയും പറഞ്ഞോണം. നിന്നെ മനുഷ്യനാക്കി തീർത്തത് സുവിശേഷം വന്നത് കൊണ്ടാണ്. നിന്റെ മട്ട് മാറ്റിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. വിദ്യാഭ്യാസം ലഭിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാണ്. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുവാൻ ഇടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അന്തസ്സായിട്ട് ജീവിക്കാൻ നമ്മെ പഠിപ്പിച്ചത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. എവിടെയും ഉയർത്തുവാൻ പറയുവാൻ കൊള്ളാമെന്ന് ഒരേ ഒരു നാമം, യേശുവിന്റെ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. അതാണ് സുവിശേഷം. ഈ നാമത്താൽ രോഗികൾ സൗഖ്യമാക്കും. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഈ നാമത്തിൽ വിടുതലുകൾ നടക്കും. ഈ നാമം മഹത്തായ നാമമാണ്, പരിമള നാമമാണ്, എല്ലാ നാമത്തിലും മേലായ നാമം. ആ പഴയ പാട്ട് കൈയടിച്ച് പഠിക്കുക. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം. ഓ ശ്രീയേശു നാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമോ അമ്മ ശ്രീയേശു. അമ്മ ശ്രീയേശു നാമോ അതിശയനാമോ ഏഴയനിക്ക്. കരമുയർത്തി ഹല്ലേലൂയ പാടാം. അതുകൊണ്ട് എല്ലാവരുടെയും സുവിശേഷം അറിയിച്ചോണം. എന്നും ആരെയും പേടിക്കുവൊന്നും വേണ്ട, ഒറ്റയൊരുത്തനെ പേടിക്കരുത്. ചിലയിടത്ത് സുവിശേഷം പറയാൻ നമ്മൾ നിൽക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ മുണ്ടുമൊക്കെ മടക്കി കുത്തി എന്ന് പറഞ്ഞാൽ നിന്റെ വെമ്പളയ്ക്ക് ശ്രീധനം കിട്ടിയ തലമല്ലേ? പിന്നെ നമ്മുടെ ആൾക്കാർ അതിലും വിദ്വാന്മാരാ. പെട്ടെന്നെടുത്തോ പ്രശ്നമാണ്, അതൊന്ന് പെട്ടെന്നെടുത്തോ. വയറങ്ങനെ അവിടെ കിടക്കട്ടെ, നമ്മുടെ വയറും കൊണ്ട് നമുക്ക് പാ. ദൈവത്തെ ഓർത്ത് നീ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. നന്നായിട്ട് സുവിശേഷം പറഞ്ഞോണം. പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, സുവിശേഷം മാത്രം. ഏത് സ്ഥലത്തും പറയാം.
യേശുവിനെ ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് മടങ്ങി വരണമല്ലോ. ദൈവത്തിന് മഹത്വം. അതാണ് സുവിശേഷം. ആ സുവിശേഷഭാഗത്ത് ഇന്ന് രാത്രി തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനവാക്യം വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. പിന്നെ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അവർ സുവിശേഷത്തിന് 4 വിശേഷത രേഖപ്പെടുത്തിയതാ. ഞാൻ എപ്പോഴും പറയും സുവിശേഷത്തിന് 4 വിശേഷത അല്ല, 4, 40, 400 ഒന്നുമല്ല. സുവിശേഷത്തിന് വിശേഷതയുള്ളത് വർണ്ണിക്കാൻ നമുക്കൊക്കെ. എന്നാൽ ഈ 4 പേരും സുവിശേഷത്തിന് 4 വിശേഷതകൾ രേഖപ്പെടുത്തിയത് ആ സുവിശേഷം ക്രിസ്തു, യേശു ക്രിസ്തു രാജാതി രാജാവാ. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു. യേശു ക്രിസ്തു ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ അവൻ മാതൃക കാണിച്ചു തന്നു. മാത്രമല്ല യേശു ക്രിസ്തു ഏക നിത്യ സത്യ ദൈവം. അപ്പൊ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, യേശുക്രിസ്തുവിന്റെ ദാസ്യത്വം, യേശുക്രിസ്തുവിന്റെ മാനുഷിക വിശേഷത, യേശുക്രിസ്തു ദൈവം. ഇതാണ് 4 പേരും വരച്ചു കാട്ടിയിരിക്കുന്നത്. മത്തായി ക്രിസ്തുവേശു രാജാതി രാജാവാണെന്ന് തെളിയിക്കുന്നു. ലൂക്കോസ് യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ, നല്ല മനുഷ്യൻ, മാന്യനായ മനുഷ്യൻ, യോഗ്യനായ മനുഷ്യൻ, ഇതുപോലെ ശ്രേഷ്ഠനായൊരു മനുഷ്യനില്ല, അതാണ് വരച്ചു കാട്ടുന്നത്. മർക്കോസ് അവിടുന്ന് ദാസരൂപം എടുത്ത മഹത് വ്യക്തിയായിട്ട് ക്രിസ്തുവിനെ കാണിക്കുക. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായ നസ്രയനാകുന്ന യേശു. അതാണ് മർക്കോസ് രേഖപ്പെടുന്നത്. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായ യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തി. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു അവൻ ഏകദൈവം. അതങ്ങോട്ട് വെളിപ്പെടുത്തിയിരിക്കുക. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി വന്ന ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് നിത്യനായ ദൈവമാ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, നിങ്ങൾക്കെല്ലാം മനപ്പാടമാ. ആമേ കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഈ പർവ്വതങ്ങളും കുന്നുകളും മലകളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞുണ്ടായ ദൈവമല്ല, ഈ പർവ്വതവും മലയും കുന്നും ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദൈവമാണ്. ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ ഒക്കുള്ളൂ, വിശദീകരിക്കുന്നില്ല. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ കുന്ന്, പർവ്വതം, മല, താഴ്വര ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞുണ്ടായൊരു ദൈവമല്ല, ഈ കുന്നും മലയും ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ഈ കുന്നും മലയും ഉണ്ടായി കഴിഞ്ഞേച്ച ഉണ്ടായ ദൈവമല്ല, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവം. അത് സൈമൺ സാറ് ഞാൻ എപ്പോഴും പറയുന്നത്, വേദവികാരം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം മഹാകവി സൈമൺ സാറ് രചിച്ചതാണ്. അതിന് വേദവികാരം എന്നാ. അതിനെപ്പറ്റി ഈ പണ്ഡിത ശിരോമണികൾ കവികളൊക്കെ പറഞ്ഞിരിക്കുന്നത്, മിസ്റ്റർ സൈമൺ, വള്ളത്തോൾ നാരായണമേനോൻ പറഞ്ഞിരിക്കുന്നത്, മിസ്റ്റർ സൈമൺ വേദത്തിനകത്തൂടെ വിഹരിച്ചതിൻ്റെ ഫലമാണ് വേദവികാരം. അത് ഇന്ന് വരെ കാണാത്ത ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. ഏതാന്ന് പോലും ബൈബിള് തന്നെ നോക്കുന്നില്ല, പിന്നെ വേദവികാരം. അപ്പൊ ആ വേദവികാരത്തിന്റെ പ്രഥമ ഭാഗത്ത് ദൈവത്തെ പറ്റി 1-2 പ്രയോഗ ശൈലികളുണ്ട്. അതിലെടുത്ത് ഞാൻ ചൊല്ലുന്നതാ. അതിങ്ങനെ കൊടുത്തിരിക്കുന്നത്, യാതൊരു കാലത്തെയാണാദിയായി നിർദ്ദേശിപ്പതിന് ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുമ്പും വീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിയ ഞാൻ ആദരാൽ വന്നിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ആരാ? ദൈവം. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദൻ ഇവൻ, സകല ദേവവൃന്ദവാന്തിതപദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ, മോസസും സർവ ആഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലൊന്നോരപ്രിയമാ നാമമോദിയത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ. ദൈവത്തെ പറ്റിയാ. യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകാശിതമെന്നേ വേണ്ടു. കൂടെ വിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിജാശയനാത്മാവെന്നിവ രണ്ടും കാലാനുതാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെയല്ല അഖിലധീശനെ മാനുഷരകന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ഇതെല്ലാം ബന്ധനങ്ങളാന്നാ തോന്നുന്നത്. സുവിശേഷയോഗം വെച്ചിട്ട് പുള്ളി നിനക്ക് ഇതിനെപ്പറ്റി വിവരമൊന്നുമില്ലതാ, ഇത് ബന്ധനം പോരാട്ടോ, ശാസിക്കും ഒന്നും ചെയ്യരുത്, സാർ എഴുതിയ കാര്യമാണ് ദൈവത്തെ പറ്റി, ഇപ്പം പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉള്ളവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അടുത്ത കാലത്ത് മുളച്ചു വന്ന ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് അനാദിയും ശാശ്വതമായ ദൈവമാണ്. അതാ ക്രിസ്തു.
ആ ഏകദൈവമായ സത്യദൈവമായ ക്രിസ്തുവിനെയാണ് യോഹന്നാൻ അങ്ങോട്ട് വരച്ചു കാട്ടിയിരിക്കുന്നത്. യേശു ക്രിസ്തു നിത്യനായ ദൈവം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത, മറ്റൊന്ന് 3 സുവിശേഷത്തിലും പറയാത്ത ചില വിഷയങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റ് 3 സുവിശേഷകന്മാർ എഴുതാത്ത, രേഖപ്പെടുത്താത്ത, വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്ന്, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അത് മറ്റ് 3 പേരും പറഞ്ഞിട്ടില്ല, യോഹന്നാന്റെ സുവിശേഷത്തിലേ ഉള്ളൂ. പച്ചവെള്ളത്തെ യേശു അടിക്കുന്നവർക്കെല്ലാം അവിടുത്തെ വാക്യവാ. നിങ്ങളും പറ, യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചതിനായി. കിറിഞ്ചി കിടക്കുമ്പോഴും അവൻ പറഞ്ഞ യേശു കനാവിലെ കല്യാണ നാളിൽ, കനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. ദേവാദേവ ത്രിലോകനാഥ, ദേവാദേവ ത്രിലോക. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും, കരുണാനിധിയെ കനിയേണം ദിനവും. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാൻ. അപ്പോൾ കാനാവിലെ വീടും കല്യാണ വീട്ടിലെ കാര്യങ്ങൾ മറ്റു 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ 2 രാത്രി വന്ന് നിക്കോദോമോസ്, ആ വിഷയവും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് വിസ്തരിച്ചിരിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. 3, ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് കർത്താവ് സംഭാഷിക്കുന്നതും ആ ചരിത്ര ഭാഗം, അത് മറ്റ് 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല. മത്തായിയും മർക്കോസും ലൂക്കോസും ഒന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ നമ്മളത് മനസ്സിലാക്കുന്നത്. അതുപോലെ വേറൊരു സംഭവമാണ് ലാസറിന്റെ മരണവും ഉയർപ്പും. അത് മറ്റ് 3 സുവിശേഷകർ പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തില നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷത്തിന് വിശേഷതകൾ പലതുണ്ട്. പെരുത്ത മീൻകൂട്ട മലയിൽ അകപ്പെട്ടത്, മറ്റു 3 കൂട്ടരും മീൻപിടുത്തമൊക്കെ പറഞ്ഞെങ്കിൽ ഈ പെരുത്ത മീൻകൂട്ടത്തിന്റെ കാര്യം പറഞ്ഞത് യോഹന്നാന്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന് വിശേഷതകൾ ഏറെയുണ്ട്. പ്രത്യേകമായ കാര്യം, യേശു ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു ക്രിസ്തു 1-2 അത്ഭുതം ചെയ്തേച്ച് പിന്നെ പരുവക്കേട് പിടിച്ചു പോയ ആളല്ല. ഇപ്പോഴത്തെ രോഗശാന്തി വരപ്രാപ്തന്മാർ 1-2 അത്ഭുതം ചെയ്തു, അതവര് വീഡിയോയിലെടുത്തു. ഇല്ലെന്നതിന് മുന്നേ ആ വീഡിയോ തന്നെയായി കാണിക്കുന്നത്. വരുന്നു, പിന്നെ അവരുടെ പേരുമൊക്കെ പറഞ്ഞ് അവർ ചെല്ലുന്നതിന് മുന്നേ കൂടെ ആ ഒരത്ഭുതം നടന്നില്ല, അതായി കൂടെ കാണിക്കുന്നത്. യേശു അങ്ങനെ ഒരു അത്ഭുതം ചെയ്തേച്ച് പരുവക്കേടായി പോയ ആളല്ല. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം കൂടെ എഴുതാൻ ഒക്കത്തില്ല. അങ്ങനെ എഴുതിയാൽ ആ പുസ്തകം പോലും ലോകത്തിൽ ഒതുങ്ങത്തിൽ. നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിച്ചേ, പെട്ടെന്ന് വായി. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. യേശു ചെയ്ത മറ്റനേക അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. അത് ഓരോന്നായി എഴുതിയ, അത് ഓരോന്നായിട്ട് അങ്ങോട്ട് എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല. ലോകത്തിൽ തന്നെ ഒതുങ്ങുകയല്ല. നമ്മുടെ കർത്താവ് 1-2 അത്ഭുതം ചെയ്തേച്ച് ആമേൻ പിന്നെ ശുശ്രൂഷ നിർത്തുകയല്ല, ധാരാളം അത്ഭുതം ചെയ്തു. 2 രോഗിയെ സൗഖ്യമാക്കി വെച്ച് ഞാൻ ശുശ്രൂഷയെല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് വരയ്ക്കാതിരിക്കുകയല്ല. വന്ന രോഗി മുഴുവൻ സൗഖ്യമാണ്. നന്ദി കെട്ടവനും കൂടെ നന്മ ചെയ്തവനായ യേശു. 10 കുഷ്ഠരോഗി വന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് ഇത് 9 എണ്ണത്തിനും നന്ദിയും കൂറും ഉള്ളവന്മാരല്ല, എന്നാലും 10-നും സൗഖ്യം കൊടുത്തെന്നുള്ളതാണ്. ഇല്ലേ? നന്ദി കെട്ടവരായിരുന്നു ഞാനും നിങ്ങളും. ആ നന്ദി കെട്ട എന്നെയും നിന്നെയും രക്ഷിപ്പാനാ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്.
നമ്മളൊരു പഴയ പാട്ട് പാടുക. നന്ദി കെട്ട ഈ നരകാഗ്നിയിൽ നിന്നും നേടാൻ, നന്ദി കെട്ട ഈ നരകാഗ്നിയിൽ നിന്നും. നിങ്ങള് ഈ ഏരിയയിലെ കർത്തൃമേശ ഒന്നും നടത്തുന്ന സ്ഥലമല്ലേ? സാധാരണ ആ സമയത്തെങ്കിലും ഈ പാട്ട്, നിങ്ങൾക്ക് ആ പാട്ട് അറിയാൻ മേലേ? ഈ പാട്ട് പിടികിട്ടിയില്ല. ഏതായാലും ഞാൻ വന്നത് കൊണ്ട് ഈ പാട്ടൊന്ന് പിടികിട്ടട്ടെ. നന്ദി കെട്ട ഈ നരകാഗ്നിയിൽ നിന്നും നേടാൻ, മന്നവാതിരു പൊൻകുരുതിന് ചിന്തി നിന്നല്ലോ. മന്നവാതിരു പൊൻകുരുതിന് ചിന്തി നിന്നല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവരാജ, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ ദൈവരാജ, നിനക്ക് വേദന വരുത്തി വെച്ചതു നീജന്യാനയ്യോ. നിനക്ക് വേദന വരുത്തി വെച്ചതു നീജന്യാനയ്യോ. അപ്പൊ ശ്രദ്ധിക്കുക, നന്ദി കെട്ടവർക്കൂടെ നന്മ ചെയ്തവൻ ആ ക്രിസ്തു. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. വന്ന രോഗികൾക്കെല്ലാം പൂർണ്ണ വിടുതൽ. മരിച്ചവന്റെ മഞ്ചത്ത് തൊട്ടപ്പം കൊച്ചൻ ചാടി എഴുന്നേറ്റ് കണ്ണും ചിമ്മിയിരിക്കുക. ഇന്നത്തെ രോഗശാന്തി വരപ്രാപ്തം വരാന്ന് ആ കൊച്ചനുമായിട്ട് പിന്നെ അങ്ങ് പോകുക. അവനെ വീട്ടിലും വിടുകയില്ല, അങ്ങോട്ടും വിടുക. പിന്നെ ഇവനെ വെച്ചാണ് ശുശ്രൂഷ. ഇപ്പോൾ ബ്രദറിന് എന്തോ തോന്നുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം കണ്ണ് കാണാൻ. നേരത്തെ ബ്രദർ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ചത്തുപോയെന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ എന്തോ തോന്നുന്നു. ഇപ്പോൾ ജീവിച്ചു. ഓ, വിക്ടറി. ഇപ്പോഴത്തെ പരപ്രാപ്തന്മാര് ആട്ടെ, ബ്രദർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാട്ടെ. ഉടനെ അവൻ അങ്ങോട്ട് നടത്തി ഇങ്ങോട്ട് നടത്തി കൈ അടിച്ച്. യേശു ഈ കോക്കാമ്പീച്ചിനൊന്നും പോയില്ല. മഞ്ചത്തേല് തൊട്ടു കൊച്ചൻ ചാടി എഴുന്നേറ്റു. കൊച്ചനുമായിട്ട് യേശു ഉണ്ട കിട്ടുന്നല്ല, കൊച്ചനെ അമ്മയ്ക്ക് കൊടുത്തേച്ച് യേശു പോയി. അങ്ങനെ ഇന്നാ തള്ള പറയാം, എൻ്റെ കൊച്ചനെ തായോ എന്നും പറഞ്ഞ്. കാരണം ഒരത്ഭുതമല്ലല്ലോ യേശു ചെയ്യുന്നത്. അവിടുന്ന് എന്നിടത്തെല്ലാം വിടുതലാ. സ്തോത്രം. ഞാൻ എൻ്റെ പ്രസംഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂടുതലും പാട്ടിനകത്തൂടാ. അത് ഇതിനകത്ത് ആളുതാമസം ഉള്ളവർക്കറിയാം ഞാൻ പാടുമ്പോൾ എന്നതായി പാടുന്നെന്ന്. അല്ലാത്തവർ അവിടെ നിന്ന് പൽസിക്കുകയും ചാസിക്കുകയും ചെയ്യും. പാട്ടിനകത്തുണ്ടെന്ന് അതിനകത്തൂടെ വിടുതൽ നടക്കും. വന്നവർക്കെല്ലാം സൗഖ്യമാണ്. പിന്നെ ഇവരെയും വിളിച്ചെടുക്കുന്നത് ഇത് ഇടയ്ക്ക് പാടാനും കൂടാ. പിന്നെ ഇവർക്കും തോത്രകാഴ്ച കൊടുക്കണ്ട് ഫ്രീ ആയിട്ടാ. ഓ, നമ്മുടെ ടീമാ. അങ്ങനെ വെറുതെ ഇരിക്കണ്ട, കൊട്ടണം. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത്. പ്രശ്നരൊരയ്യായിരം ജനം 5 അപ്പത്താൽ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പോൾ വന്നവരല്ല സൗഖ്യം. മരിച്ചവരെ അവിടുന്ന് ഉയർപ്പിച്ചു. കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധമാക്കി.
നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവര് യേശു സൗഖ്യമാക്കി. ഇന്ന് രാത്രിയും മനോവേദനയോടെ, രോഗപീഠയോടെ, മാനസിക ബുദ്ധിമുട്ടിൽ ആരേലും എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, ആത്മഹത്യ പരിഹാരമല്ല, ലഹരി പദാർത്ഥം പരിഹാരമല്ല, പൂങ്ങിച്ചാകുന്നത് പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരം, മദ്യപിക്കുന്നത് പരിഹാരമല്ല. പരിഹാരം യേശുവിന്റെ അടുക്കലുണ്ട്. ഇന്ന് രാത്രി നീ ക്രിസ്തുവേശുവിന്റെ അടുക്ക വന്ന് മുട്ടുകുത്തി പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്റെ കുടുംബത്തെ രക്ഷിക്കണം. യേശു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. നീ ഏത് ജാതിയിലും മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, മനുഷ്യൻ ഒപ്പിച്ചതായി ഇതല്ല. ദൈവത്തിന് ഇത് വിഷയമല്ല. ദൈവത്തിന് നിന്നെ ആവശ്യമാ, നിന്റെ കുടുംബത്തെ ആവശ്യമാ, നിന്റെ വ്യക്തികളെ യേശുവിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ അടുക്ക വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല, പോകുകയില്ല. വന്നവർക്കെല്ലാം വിടുതല. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അപ്പോൾ അനവധി നിരവധി അത്ഭുതം ക്രിസ്തു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും. യേശു ചെയ്തത് മറ്റും പലതും ഉണ്ട്. അത് ഓരോന്നായി എഴുതിയ പുസ്തകം ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന്. ഒന്നും ഒതുങ്ങുകയില്ല. അതുപോലെ അത്ഭുതം യേശു ചെയ്തേച്ചാ പോയത്. പിന്നെ തെരഞ്ഞെടുത്ത ചില അത്ഭുതങ്ങൾ മാത്രമേ പുസ്തകത്തിൽ കൊടുത്തുള്ളൂ. അതെന്തിനാ മോളെ? 20-30 വായിച്ചേ. കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളത്. എന്തിനാ? ഈ പുസ്തകത്തിൽ, പിന്നെ ഇങ്ങോട്ട് നോക്കിയേ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. യേശു ശിഷ്യന്മാര് കാണുക ചെയ്തു. യേശുവിന്റെ ശുശ്രൂഷയിൽ എല്ലാം കാണുന്ന രീതിയില്ല. ഇപ്പോഴത്തെ രോഗശാന്തി വരെ പ്രാപ്തമാരുടെ ഉദരത്തിനകത്ത് മാറി ആരും കാണുന്നില്ല. പെണ്ണുങ്ങളെല്ലാം നിന്ന് പറയും, ഇത്ര ഒരു മുഴ ആര് കണ്ട്? നാളൊരു തള്ള പറഞ്ഞു തേങ്ങാ വലിപ്പത്തിൽ. പിന്നെ യേശു ചെയ്ത അത്ഭുതമെല്ലാം കാണുകയാ, അല്ലേ? ഇവിടെ 38 വർഷമായിട്ട് ഒരുത്തൻ കൊളക്കര കിടക്കുക. അവനെ ആണ്ട് 2 ഉരുളിച്ചയാ. അന്നേരം വേറൊരുത്തൻ ചാടി ഇറങ്ങിച്ച് പോവും. പിന്നെ ഇയാൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് ആണ്ട് 2 ഉരുളിച്ച. പുള്ളി സീനിയറാ. ഉരുണ്ട് പുള്ളിയുടെ ഊപ്പാട് വന്ന് യേശു അവിടെ ചെന്ന് ചോദിച്ചു, സൗഖ്യമാകാൻ? ഞാൻ പറയാ, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ ഒരുത്തം ചാടിച്ച് പോകുമെന്ന്. എടാ, നിന്നോട് ചോദിക്കുന്നതിന് സമാധാനം പറ. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നീ നേരത്തെ വന്നവന്റെയും പോയവന്റെയും ചാടിയവന്റെ ഒന്നും കാര്യം പറയണ്ട. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ അന്നേരം നടന്നു. പിന്നെ പറഞ്ഞു, കിടക്കയും കൂടെ കൊണ്ടുപോക്കണം. എടുത്തോണ്ട് പോക്കണോ എന്ന് പറഞ്ഞു. അല്ലെ അത് ഉന്നം വെച്ചവൻ വേറെ ഉണ്ട് ചാടിക്കിടക്കാൻ. എടുത്ത് പോടാന്ന് പറഞ്ഞു. അതാ യേശു. ഒരിക്കൽ യേശു ഒരുത്തൻ വരണ്ട കൈ നീട്ടടാന്ന് പറഞ്ഞു. നമ്മളന്ന് പറയാം, അയ്യോടി നീട്ടാൻ മേലാത്തത് ആ സൂക്കേട്. യേശു പറഞ്ഞു, കൈ നീട്ടി. അത് നല്ല യേശു എല്ലാരും കാണുകയാ ഇതൊക്കെ ചെയ്തത്. സ്തോത്രം. എല്ലാരും കാണുകയാണ്. അല്ലാതെ ആരും അറിയാതെ പാത്ത് ചെയ്ത് ചേച്ചി ഉണ്ടയിട്ട് നടക്കുകയല്ലായിരുന്നു. എല്ലാരും മോളെ ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളിടയ്ക്ക് വർത്താനം പറയരുതേ. ഞാൻ കണ്ടു മുമ്പേ അങ്ങോട്ട് ഏതാണ്ട് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല കാര്യമാണെ കുഴപ്പമില്ല. ഇത് വായി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ആരും കാണാതൊന്നുമല്ല, ഇത് മുഴുവൻ കാണുകയാ ചെയ്തത്. എന്നാൽ യേശു കുഴപ്പമില്ല, എന്നാൽ തെറ്റുന്നില്ലെങ്കിൽ നന്നായിട്ട് വായിക്കാൻ. എന്നാൽ യേശു അങ്ങനെ വായിച്ചേ. എന്നാൽ യേശു എന്നാ വായിരല്ല ഇപ്പൊ എന്നാ ചെയ്യുന്നത്? വായിച്ചോ മോള്, വായിച്ചു. എന്നാൽ യേശു. അപ്പൊ അറിയാൻ മേലാഴി അല്ല. വായിച്ചു മോള്, വായി. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. യേശു ചെയ്ത ഒത്തിരി അത്ഭുതമുണ്ട്. എന്നാൽ കുറച്ച് ഭാഗം മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. എന്തിനാന്ന് ചോദിച്ചാൽ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. നിങ്ങളെ ഉപദേശമാരാരിലും ഒന്ന് വായിച്ചു തന്നെ. പ്രസംഗത്തിന്റെ ചൂടിലൊന്ന് നിൽക്കണം. ഇങ്ങോട്ടൊന്ന് കൊടുത്തേ മോളെ. ആരാ പാസ്റ്റർമാരാരിലും ഒന്ന് വായിച്ചു.
ഇവിടെ ആരും വായിക്കുന്നത് എന്നാ മോള് തന്നെ വായിരില്ല ഇനിയിപ്പം. അപ്പൊ അവര് ചിന്തിക്കുന്ന അയാൾക്ക് ബോധമൊന്നും ഉള്ളവനല്ല, വായിച്ചു കൊടുത്ത് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പിന്നെ നാണക്കേടാ, അതാ അവര് വായിക്കാത്തത്. മോള് തന്നെ വായത്, നമുക്കൊരു ധാരണ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും പിണങ്ങരുത് കേട്ടോ. മോള് തന്നെ വായത്, എൻ്റെ പൊന്നു മോളെ വായത്, വേറെ ആരും ഇല്ല. വായിച്ചേ. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട്. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു വന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു, അതിനാ യോഗം വെച്ചേക്കുന്നത്. ഈ ദൂരത്തിരുന്നും ചാരത്തിരുന്നും അടുത്തും അകലെയുമൊക്കെ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു വന്ന് വിശ്വസിക്കണം. ഇനി വിശ്വസിച്ചേച്ചങ്ങ് പോയാ പോരാ, വിശ്വസിച്ചിട്ട് അടുത്ത വാക്യം വായിര്. അവന്റെ നാമത്തിൽ, അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു വന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരെ, വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണം. അതിനായി ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് രാത്രി ഈ കുറുവാക്യം വായിച്ചത്. ഇനി ഓടിച്ചങ്ങ് പോകാം. കർത്താവിന്റെ മഹത്വം. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം, 4-ാം അധ്യായം ശമരിയക്കാരോട് സംസാരിക്കുക, 5-ാം അധ്യായത്തിൽ സകല ധീരങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം, 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം, 7-ാം അധ്യായത്തിൽ സ്തോത്രം ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം, 8-ാം അധ്യായത്തിൽ ഇരുൾ മൂടിയ ലോകത്തിൽ വെളിച്ചമാകുന്ന ദൈവമായ ക്രിസ്തു, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ക്രിസ്തു, 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ക്രിസ്തു, 11, 12 അധ്യായം ചേർത്ത് പഠിച്ചാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. നമ്മൾ 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാ വായിച്ചത്. ആമൻ സ്തോത്രം. എന്തുവാ ഒന്നുകൂടെ വായിച്ചേ മോളെ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. അടുത്തത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തൊടുകയ്ക്ക് പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കാൻ എന്നൊക്കെ ചെയ്യണം. അതാ നമ്മുടെ വിഷയം. അതാ ജീവിച്ചിരിക്കാൻ എന്നൊക്കെ ചെയ്യണം. ഇപ്പൊ ചിലർക്കൊരു ധാരണയുണ്ട്, അത് ആ തുടക്കം മുതലേ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ പോയിന്റ് എല്ലാം പിടികിട്ടിയാനുമായിരുന്നു. ഇത് ഒരു ദിവസത്തെ യോഗമാണല്ലോ, എല്ലാ കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. ഇനി കമ്പിവാചകം പോലെ പറയാം. ജീവിച്ചിരിക്കാൻ എന്നോ ചെയ്യണം. ജീവിച്ചിരിക്കാൻ വേണ്ടി ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങളാ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ കാണുന്നില്ലയോ, അറിയുന്നില്ലയോ? അല്ലേ? കുറച്ച് നാളോടെ ജീവിച്ചിരിക്കാൻ മധുരം ഉപയോഗിക്കാത്ത ആൾക്കാർ ഉണ്ട്. ചായ എടുക്കണ വിത്തൗട്ട് എന്ന് പറയുമ്പോൾ ഓർക്കണം, കറിയാച്ചന് കുറച്ച് നാളൂടെ ജീവിച്ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. വെളുപ്പിനെ 5 മണിയാകുമ്പം മാപ്പിളയും പെമ്പളയും കൂടി ഇങ്ങനെ പോകുന്ന കാണാം. തള്ളയൊരു സ്ക്രാഫും ഒക്കെ കെട്ടി, അച്ചായനൊരു നിക്കറും ഒക്കെ ഇട്ട് ഒരു കുറുവടിയായിട്ട് പുറകെ പട്ടിയത്തല്ല. അങ്ങനെ പോകുമ്പോൾ നമ്മൾ രണ്ടുപേർക്കും ജീവിച്ചിരിക്കാൻ വേണ്ടിയാ. ഇല്ലേ? മിണ്ടുകയല്ല. ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ കാണിക്കും. ഞാൻ വിവരിക്കുന്നില്ല, ഒത്തിരി ഉണ്ടല്ല, ഒന്നും വിവരിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം. അത് കമ്പിവാചകം പോലെന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രി അങ്ങ് കേട്ട് പിരിയാം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ചില ജീവിച്ചിരിക്കാൻ, കൊച്ചു ആമ്പിള്ളേരൊക്കെ കുറച്ച് ആളുകളൊക്കെ ജീവിച്ചിരിക്കാൻ വെളുപ്പിനെ പോയി തിണ്ണ എന്ന് വെച്ച് രാവിലെ ജീവിച്ചിരിക്കാൻ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളു, ജീവിച്ചിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യുന്നേ. സ്തോത്രം. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. നമുക്ക് കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ. ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഈ 11-ാം അധ്യായത്തിലെ വിഷയം നിങ്ങൾക്കറിയാം. ബഥാനിയിലെ ഭവനമാണ്. യേശുവിന് പ്രിയനായ ലാസർ മരിച്ചു. ഈ വീട് കർത്താവിന് ഇഷ്ടമുള്ളൊരു വീട്. ആ വീട്ടിൽപ്പെട്ടവരെ യേശുവിന് ഇഷ്ടമാണ്. യേശു സാധാരണ യെരുശലേമിൽ വരുന്ന സമയത്ത് ഈ വീട്ടിലാണ് പാർക്കുന്നത്. സ്തോത്രം. ആ വീട്ടിലാണ് യേശു പാർക്കുന്നത്. അവിടെ ഒരു സഹോദരൻ ലാസർ, പെങ്ങന്മാർ 2 എണ്ണം. ആരൊക്കെയാ? മാർത്തയും മറിയയും. പിന്നെ ഇവരുടെ അപ്പനെ പറ്റി ചില ആൾക്കാർ പറയുന്നത് കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്ന. ഇവരുടെ അപ്പൻ കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്നാ ചിലർ പറയുന്നത്. ഇപ്പൊ തർക്കമൊന്നും വേണ്ട, എന്തായാലും നല്ലൊരു വീടാ. പുള്ളിയുടെ കുഷ്ഠമൊക്കെ മാറിയതാ. എന്നാൽ ഇപ്പോഴും പേര് കിടക്കുന്നത് അറിയാൻ വേണ്ടി കുഷ്ഠരോഗിയായ ശിമോൻ. നല്ലൊരു ഭവനമാണ്. യേശു ഈ വീട്ടിൽ അനേക പ്രാവശ്യം വന്ന് പാർക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. വീട്ടുകാർക്ക് ഒരു മടുപ്പുമില്ല. യേശുവിനെ നന്നായിട്ട് ശുശ്രൂഷിക്കും. മാർത്താമ്മയാണെങ്കിൽ അടുക്കളയിൽ നിറങ്ങാൻ
നേരെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇല്ലേ? അയ്യോ, അതല്ലയോ മെയിൻ ശുശ്രൂഷ. അതിനെന്തേലും അപാകത പറ്റിയാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ ഇവിടെ? മനസ്സിലായില്ല. കാപ്പിപ്പൊടിക്ക് പകരം തള്ളയെടുത്ത് ബിമ്മ് കലക്കാതിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ അതല്ലേ മെയിൻ ശുശ്രൂഷ. ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാ. ചില പെണ്ണുങ്ങൾ അങ്ങ് അടുക്കള കിടന്ന് അയ്യോ ഞാൻ ഈ വീട്ടിൽ വന്ന് എനിക്ക് അടുക്കള നിറങ്ങ്, അയ്യോ. ഭർത്താവിനും മക്കൾക്കും വീട്ടിൽ വരുന്നവർക്കും മാതാപിതാക്കൾക്കും വീട്ടിൽപ്പെട്ടവർക്കും വീടിന്റെ സാഹചര്യം അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതും അവർ ഭക്ഷിക്കുന്നതും അതൊരു വലിയ ശുശ്രൂഷയാണ്. അല്ലാതെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതെ രാവിലെ ഒരു ബാഗും തൂക്കി ഇന്നവിടെ പോകുന്ന മോളി ശുശ്രൂഷയുണ്ട്. ഭർത്താവിനൊരു കട്ടൻ കാപ്പി പോലും ഇട്ട് കൊടുത്തിട്ടില്ല, അവൻ രാവിലെ നിറന്ന് കട്ടൻ കുടിക്കാതിരിക്കുക. മോളി ഒരു കട്ടൻ ഇട്ടേച്ച് പോയി, പിന്നെ കുട്ടൻ തന്നെ എടുത്ത് കുടിക്കുക. എനിക്ക് ശുശ്രൂഷയുണ്ട്. ഇന്നെവിടാണ് ശുശ്രൂഷ? ഇന്ന് എന്നെ അമ്പൂരിയിലൊരു ശുശ്രൂഷയ്ക്ക്, അമ്പൂരി ഇവിടെ ഒരു സ്ഥലമല്ലേ, പിന്നെ നിങ്ങൾ അറിയാത്ത ഭാവത്തിരുന്നത്. എനിക്ക് സ്ഥലം അറിയാൻ മേലെന്നൊന്നും കരുതരുത്. എന്നെ കേൾക്കുന്ന മാന്യ മാതാക്കളോടും സഹോദരിമാരോടും പറയാം, നിന്റെ വീട്ടിലെ അടുക്കളയിൽ അല്ലെ ഫെയ്ത്ത് ഹോമിലെ അടുക്കളയിൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഉള്ള സാഹചര്യം അനുസരിച്ച്, ചിലപ്പോൾ ഒരു തോരനായിരിക്കും, ഒരു മീൻ കൂട്ടാനായിരിക്കും മതി, അല്ലെ അല്പ ചോറ് മതി ഉള്ളത്, അത് നന്നായിട്ടുണ്ടാക്കി നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും വീട്ടിൽപ്പെട്ടവർക്കും അതിഥികളുണ്ടെങ്കിൽ അവർക്കും ഒക്കെ കൊടുത്ത് അവരത് ഭക്ഷിക്കുന്നതും തൃപ്തിപ്പെടുന്നതും ഒരു വലിയ ശുശ്രൂഷയാണ്. അല്ല, ചില പെണ്ണുങ്ങൾ ധരിച്ചേക്കുന്നത് 7 പോയിന്റുമായിട്ട് സ്റ്റേജിൽ കയറി ശക്തിയോടെ ഒരിക്കൽ കൂടെ 100, അതും ശുശ്രൂഷയാ. അതിലും വലിയ ശുശ്രൂഷയാ അടുക്കളയിൽ പെരുമാറുന്നത്. പിന്നെ അതുകൊണ്ട് അടുക്കള കയറി പ്രാകുകയോ ഒന്നും ചെയ്യരുത്. ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് അടുക്കളയിൽ നിറങ്ങ തലേ ഈ പ്രാഗെന്ന കാരണം ഇതിന് ടേസ്റ്റും ഇല്ലെന്ന്. പ്രാഗി ആവശ്യമില്ലാത്ത തിന്നാൻ തന്നിരിക്കുക, കറിക്കരിക്കുക, കയ്യും മുറിഞ്ഞ് ഗുണവും വരികയല്ല. മീൻ വെട്ടി തേച്ച് കഴുകി അത് കൂട്ടാൻ വെക്കുമ്പോൾ ഇരിക്കുക, മീൻ മാത്രമേ കയറ്റുള്ളൂ. ഓരോന്ന് പറയുന്നതാ. അന്നേരം അതിന് പുളിയും കൂടി അടിയിലും പിടിച്ചു. കണ്ടോ? നീ ഇപ്പൊ രാഗി അലക്കുകയും ചെയ്യുന്നതാ ഇത് ഗുണമാകാതെ വരുന്നത്. എന്നാ മറുവശം നീ സ്തോത്രം പറഞ്ഞൊന്ന് ചെയ്തേ. സ്വോത്രം 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 സ്വോത്രം. അതിന് ടേസ്റ്റും കൂടും, കടിക്കുന്നവനും ഗുണമാകും, നിനക്കും ഗുണമാകും, നിന്റെ സന്തതിക്കും ഗുണം വരും. സ്തോത്രം ഒരു ശുശ്രൂഷയാണ്. അപ്പൊ യേശുക്രിസ്തു ഈ നിങ്ങളൊക്കെ അടുക്കള പടത്തം പഠിക്കണേ. കൂട്ടാനൊക്കെ വെക്കാൻ അറിയാവോ? അറിയാം. പഠിച്ചോണം കേട്ടോ. ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ അറിയാം, മെഴുക്ക് വരട്ടി, സാമ്പാർ വെക്കാൻ ഇനിയും പഠിച്ചോണമില്ല. പിന്നെ കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവം നിങ്ങൾക്ക് ആയുസ് ആരോഗ്യം തന്നാൽ നിങ്ങളെയൊക്കെ വിവാഹം കഴിച്ചൊരു കുടുംബത്തിൽ പോകേണ്ടതാ. കുടുംബം നിങ്ങൾ നടത്തിക്കൊണ്ട് പോകേണ്ടതാ. നാളെ ഞാൻ പറഞ്ഞ പൊരുത്തി പറഞ്ഞ് ഞാൻ മടത്തി പോകുമെന്ന്. അങ്ങോട്ടല്ല, അവിടെ ഒന്നാമത്തെ കല്യാണം കഴിക്കാതെ ഇരിക്കുക പലതും. നിന്നെ അച്ഛനകത്തിട്ട് വാർക്കും. നിങ്ങളൊക്കെ അവിടെ ചെന്നാൽ ജോലിയൊന്നും ചെയ്യേണ്ടതാ. നല്ല ജയിലായി, അല്ല ശരിയാക്കും നിന്നെ. ഒരു ശുശ്രൂഷയായിരുന്നു. അപ്പൊ യേശുക്രിസ്തു ഈ വീട്ടിൽ വന്ന് അനേക പ്രാവശ്യങ്ങൾ പാർത്ത് കർത്താവിനെയും മാർത്തയും മറിയും ഈ സഹോദരിമാർ നന്നായിട്ട് ശുശ്രൂഷിച്ചു. ഇവിടെ യേശു തന്നെയാണോ ചെല്ലുന്നത്? 12 എണ്ണം നല്ല കലാപുലി പോലുള്ള 12. അതുങ്ങളന്ന് നല്ല പോളിങ്ങോ ഉപവസിക്കുമ്പം ജീരവെള്ളമൊക്കെ കുടിച്ചിരുന്നാൽ ഇത് കഴിയുമ്പം 12 എണ്ണം നല്ല പോളിങ്ങാന്ന്. 10-15 പൊറോട്ട ഒക്കെ ഒറ്റ ഇരിപ്പിൽ. അന്ന് പൊറോട്ട ഉണ്ടാകുന്ന അറിയത്തില്ല, അല്ലെ യവത്തപ്പം ആയിക്കോട്ടെ, എന്തേലും ആയിക്കോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവരെ എല്ലാം ഈ വീട്ടുകാർ ശുശ്രൂഷിക്കുകയാണ്. കർത്താവിന് ഈ വീട്ടിലെ ലാസറിനോട് വലിയ പ്രിയവുമാണ്. ലാസറിനെ പറ്റി ആദ്യ ഭാഗം പഠിക്കുമ്പോൾ പുള്ളി യോഗത്തിനൊന്നും അങ്ങനെ ഇരിക്കുന്ന ആളല്ല. മറിയാന്ന് യേശുവിന്റെ മാറപടത്തിൽ ഇരിക്കും, മാർത്ത അടുക്കളയിൽ പെരുമാറുന്നു. ലാസർ യോഗത്തിനൊന്നും ഇരിക്കുകയല്ല. യോഗത്തിന് ഇരിക്കുകയല്ലേ യേശുവിന് ഇവനോട് പ്രിയമാണ്. ഇവനെപ്പറ്റി ചരിത്രം പറയുന്നത്, ഈ ന്യായപ്രമാണം പകർത്തി എഴുതുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു ലാസറിന്. തിരുവെടുത്ത് തോൾച്ചുരുളിലല്ലേ പണ്ട്, അതിങ്ങനെ പകർത്തി എഴുതും പള്ളിക്ക് വേണ്ടി. അപ്പൊ അതിൽ നിന്ന് തുച്ഛമായ വരുമാനം കിട്ടും. പള്ളിക്കായതുകൊണ്ട് അധികം കാശ് കൊടുക്കുകയില്ല.
പാസ്റ്റർമാരും അങ്ങനെ പ്രാർത്ഥിക്കാൻ കുട്ടി പോയിച്ചു വന്നാട്ടെ. അപ്പം ഈ പള്ളിക്കല്ലേ. അപ്പൊ ഇത് എഴുതുന്നതിൻ്റെ ഒരു തുച്ഛമായ ആ വരുമാനം ലാസർ ഈ സഹോദരിമാരുടെ കയ്യിൽ കൊടുക്കുവന്ന അത് സഹോദരിമാരെ ആക്കി അടിച്ച് യേശുവും ശിഷ്യന്മാരും കൂടെ വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കും. അപ്പം ലാസർ യോഗത്തിന് ഇരിക്കുന്നില്ലെങ്കിൽ യേശുവിന് വലിയ പ്രിയമാണ്. നമുക്ക് യോഗത്തിന് വരുന്നവരോട് മാത്രമേ പ്രിയമുള്ള. എന്നാൽ യേശുവിന് അങ്ങനല്ല. അവൻ യോഗത്തിന് ഇരിക്കുന്നില്ലെങ്കിൽ യേശുവിന് പ്രിയമാണ്. അപ്പൊ കർത്താവും ചിന്തിച്ചു, ഇവനെ യോഗത്തിനൊന്ന് ഇരുത്തണമല്ലോ. ഇവനിങ്ങനെ കാശ് മാത്രം തന്നേച്ച് പോയാ പരിപാടി നല്ല കാശ് ആവശ്യമാണ്, പക്ഷെ അത് മാത്രം ഇവനെ പന്തിക്കൊന്ന് ഇരുത്തണം. അങ്ങനെ ഇരിക്കുമ്പോൾ ലാസറിന് ദീനം കഠിനപ്പെട്ടു. യേശുവിനെ അറിയിച്ചു പോയില്ല. നിങ്ങൾക്ക് ആ ഭാഗം അറിയാൻ വിവരിക്കണ്ട. ദീനം അങ്ങ് മൂർച്ഛിച്ചു, യേശു പോയില്ല. ഒടുവിൽ ലാസർ മരിച്ചു, എന്നിട്ടും പോയില്ല. അനുശോചനം പറയാൻ പോലും യേശുവും പോയില്ല. എന്നാൽ ഇവരിൽ ഒരുത്തനെ വിടണ്ടേ? തോമാച്ചനോടെ നമ്മുടെ ശുശ്രൂഷ ഇപ്പം ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് വരാൻ ഒക്കത്തില്ലെന്ന് എന്ന് പറഞ്ഞ് 2 വാക്ക് എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ പെമ്പിള്ളയുടെയും, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെയും, ഡിസ്ട്രിക്റ്റിൻ്റെയും, സോണലിൻ്റെ, ഏരിയ, നിന്റെ കുന്തം ചുമ്മാ നിന്നങ്ങ് വീരസ്യം അടിക്കുക. അപ്പം ആൾക്കാർ ഓർത്തണം ഈ പുള്ളിക്ക് ഇതുമേണ്ട ചുമതലക്കാരൻ അതറിയിക്കാനല്ലാതെ ഡെഡ് ബോഡിയോടൊന്നും ആദരവ് ഉണ്ടായിട്ടല്ല. യേശു അതിനും വിട്ടില്ല ആളിനെ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു നമുക്ക് ബഥാനിയോളം വന്ന്. അന്നേരം തോമാ പറഞ്ഞ് പോയി ചായ ചത്തേക്കാന്ന് പറഞ്ഞു. ആ കൊച്ചൻ കാശൊക്കെ കൊടുത്ത് അവര് നമ്മൾ എത്ര പ്രാവശ്യം പോയി ചാപ്പാട് കഴിച്ചതാ, വീട്ടിൽ വിശ്രമിച്ചതാ. എന്നാ ചെറുക്കൻ ദീനമാന്ന് കണ്ടപ്പോൾ ഒന്ന് പോയി പ്രാർത്ഥിക്കണ്ടേ? പോയില്ല. മൂർച്ഛിച്ചപ്പം ഇങ്ങേർക്കൊക്കുകയില്ല, ഞങ്ങളെ വിടണ്ടേ? പോയില്ല. എന്നാൽ ചത്തപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളവിടെ അതിനും പോയില്ല. എന്നിട്ട് ഇപ്പം അങ്ങോട്ട് പോവുക ലാസറിന്റെ വീട്ടിൽ. സൂചയകൂന്ന് നമ്മളെ കൊല്ലും, നമുക്കും ചാകാം. ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത്. ചെന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു യേശു വരുന്നെന്ന്. മാർത്ത എഴുന്നേറ്റ് ഓടി യേശുവിൻ്റെ അടുക്ക് വന്ന്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. യേശു പറഞ്ഞു, മാർത്തേ, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ എൻ്റെ ഭാവനയാ. മാർത്ത അടുക്കളയിലെ പണിയാ. യേശുവിൻ്റെ പാദപടത്തിയിരിക്കുന്ന ആരാ? മറിയ. അപ്പൊ യേശു ഈ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കും. അങ്ങനെ അങ്ങ് ചിന്തിച്ചോ, നല്ല ക്ലാസ്സാ. യേശുവിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആർക്കും പോകാൻ തോന്നുക, ചാപ്പാട് പോലും കഴിക്കാൻ തോന്നുകയല്ല. അതുപോലത്തെ ക്ലാസ്സാ. നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോഴേ നമ്മൾ ബണ്ണെ പിടിക്കും. കാരണം മെനക്കേടാ, മണ്ണ് തിന്നും. മെനക്കേടാ, ഇനി കുഴപ്പമില്ല, 9:30 നിർത്തുമെന്നാ പറഞ്ഞത്. മെനക്കേടാ, എന്നാലും കുഴപ്പമില്ല, ബിസ്ക്കറ്റ് ഇഞ്ഞതാ. നമ്മുടെ ക്ലാസ് കേട്ടാ അങ്ങനെ. യേശുവിൻ്റെ ക്ലാസ് അങ്ങനല്ല. ഒരു ചെറുക്കനെ അമ്മ 5 അപ്പവും 2 മീനും കൊടുത്ത് വിട്ട് അവനതോടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 3 ദിവസം ഇരുന്ന് അവൻ ഈ കൊണ്ടുവന്ന അപ്പത്തിൻ്റെ കാര്യം അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവിടുത്തെ തിരുവായു മൊഴിയുന്ന ഇങ്ങോട്ട് വരുന്ന അവൻ്റെ വായുന്ന ലാവണ്യമാക്കാണ് ഇറങ്ങുന്നത്. മുഖത്തോട്ട് നോക്കിയിട്ട് നല്ല കോടി സൂര്യ പ്രഭ പോലെ നിൽക്കുക, വായുന്ന ലാവണ്യമാക്കും. അപ്പൊ അമ്മ കൊടുത്ത അപ്പവും മീനും വന്ന് ഇവൻ അതാ യേശുവിൻ്റെ ക്ലാസ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ മറിയ കർത്താവിന്റെ പാദപടത്തിൽ ഇരുന്ന് തിരുവചനം ശ്രദ്ധിക്കുന്നുണ്ട്. മാർത്ത അടുക്കളയെ ശുശ്രൂഷയാണെങ്കിൽ എൻ്റെ ചിന്തയാ, അടുക്കളയെ ശുശ്രൂഷിക്കുന്നെങ്കിലും മാർത്തയുടെ കാതും കണ്ണും എല്ലാം ക്ലാസ്സിനകത്തുണ്ട്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അവളോട് ഞാൻ ക്ലാസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയെ പെരുമാറുന്നെങ്കിലും ക്ലാസ്സൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ യേശു മാർത്തയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചിരിക്കും. അപ്പൊ ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ ഒന്ന്, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ഇനി ചടികടാന്ന് മോള് വായിച്ചു തരണം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചോ. ഉൽപ്പത്തി 42-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം സ്ഫുടമായിട്ട് മോള് വായിച്ചേ. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അടുത്തത്, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്നും നമുക്ക് ധാന്യം കൊള്ളുവിൻ. അപ്പൊ ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. ഒന്ന്, നാം മരിക്കാതെ ജീവിച്ചിരിക്കുവാൻ യാക്കോബ് പിള്ളേരോട് പറയുക, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊണ്ടുവരണം. എന്താ ഇതിന്റെ ആത്മീയ അർത്ഥം? പശ്ചാത്തലമൊന്നും വിവരിക്കുന്നില്ല. ദേശത്തെല്ലാം ക്ഷാമമായി, ക്ഷാമം കഠിനപ്പെട്ടു.
ലോകം മുഴുവൻ ക്ഷാമം. അങ്ങനെ ആ പുസ്തകത്തിൽ ലോകം മുഴുവൻ ക്ഷാമം. മിസ്രൈമിൽ മാത്രമല്ല, കനാനി മാത്രമല്ല, ഉലകം മുഴുവൻ ക്ഷാമം. ക്ഷാമമെല്ലാം കൂടെ കഠിനപ്പെട്ടപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ആദ്യം ആരുടെ അടുക്കലാ ചെന്നത്? ഉറക്കെ പറ. ഫറവോന്റെ അടുക്കൽ ആദ്യം. ഇതൊന്നെടുത്തേ. അപ്പം ജനങ്ങളെല്ലാം കൂടെ ഫറവോന്റെ അടുക്കൽ ഇങ്ങനെ ചെന്ന്, ഫറവോൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുക, ഭദ്രാസനം എന്നൊക്കെ ചെല്ലു പറയല്ലേ. എന്തുവാന്ന് കാണിക്കുന്നതും ഉള്ളതാണ്. ഫറവോനെ, തിരുമേനി, അങ്ങനെയാണല്ലോ അവരെ സംബോധന ചെയ്യുന്നത്. നമ്മളെ യോയി ഇങ്ങോട്ട് വരാനാ, മറ്റേത് അങ്ങനല്ല. തിരുമേനി, തിരുമനസ്. അവർ സംസാരിക്കുന്ന അങ്ങനല്ല, നാം അറിയിക്കുന്നു. നമ്മൾ അങ്ങനല്ലല്ലോ, നമ്മളെ പറഞ്ഞാലും അംഗീകരിക്കല്ല. തിരുമേനി ഇങ്ങനെ ഇരിക്കുക, വലിയ താടി, പിന്നെ മുടി, കയ്യിലൊരു വടി, വെളി 2 വെടി. തിരുമേനി ഇരിക്കുമ്പം തന്നെ, ഇരിക്കുമ്പോ ഒരു വെടി, തിരുമേനി അനങ്ങുമ്പം വേറൊരു വെടി. അങ്ങനല്ലേ? അപ്പൊ താടി, തിരുമേനിയുടെ മുടി, കയ്യിലൊരു വടി, വെളി 2 കതിനാക്കുട്ടിയാ. വെളി ഇരിക്കുമ്പം ഒരു വെടി. തിരുമേനി വന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് വേറെ തിരുമേനി വരുന്നുണ്ട്. മനസ്സിലാകുന്നില്ല. പണ്ട് ഒരു തിരുമേനി ഇങ്ങോട്ട് വന്നപ്പം ഇടവകയിലെ ആള് പറഞ്ഞ്, തിരുമേനി വരും, അന്നേരം പാട്ട് പാടി വേണം തിരുമേനിയെ ഇങ്ങോട്ട്. അപ്പം ചോദിച്ചു ഏത് പാട്ടാ? അപ്പം വിദ്വാൻ കുട്ടിച്ചന്റെ പാട്ടുണ്ട്. തുതിപ്പിൻ തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ, സ്പീഡ് കൂടുതലാ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഈ പാട്ട് പാടണം. തിരുമേനി റോഡിലിറങ്ങി 2 വശവും താലപ്പൊലി ഏന്തിയ കന്യകമാരുണ്ട്. അപ്പൊ തിരുമേനി ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ പാട്ട് പാടണം. പാട്ടൊക്കെ പഠിപ്പിച്ച് സമയമായപ്പോ തിരുമേനി വന്നു, പടക്കമെല്ലാം കൂടെ പൊട്ടിച്ച് കയറി വരിക. ഈ പടക്കവും കൊച്ചുങ്ങടെ നിപ്പും താലപ്പൊലി എല്ലാം കണ്ടപ്പോ പാട്ട് പാടുന്നവര് പാട്ട് മറന്നുപോയി. അപ്പൊ അച്ഛൻ പറഞ്ഞെന്നാ പറഞ്ഞത്, പാട്. അപ്പൊ ഒരു തള്ള ചോദിച്ചു ഏത് പാട്ടാ? കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് പോടോ. ഈ വെടിയും വരവും ഒക്കെ കണ്ടപ്പം പാട്ട് മറന്നുപോയി. അച്ഛൻ പറഞ്ഞു എന്നാ ഏതൊരു ഒരെണ്ണം പാട്. തിരുമേനി വരികല്ലേ. ഒന്ന് ഒരു തള്ള പാടി, വരുന്നു നാശമയ്യോ സൊദോമിൽ, വരുന്നു നാശമയ്യോ. തിരുമേനി കയറി വരിക, വരുന്നു നാശമയ്യോ സൊദോമിന്മേൽ, വരുന്നു നാശമയ്യോ, വരുന്നു നാശം തിരിഞ്ഞു നോക്കാതെ അറിഞ്ഞു സിയോനെ വീരഞ്ഞോടുക, വരുന്നു നാശമയ്യോ. തിരുമേനി അന്തം വിട്ടു. അപ്പൊ അടുത്ത് നിന്ന് തള്ള പാടി, അഗ്നിമഴ വരുന്ന അയ്യോ. ബാക്കി കാര്യമൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ ഫറവോൻ ഇങ്ങനെ ഇരിക്കുക. ഏറാ ഫറവോൻ തിരുമേനി. ഫറവോനെ വലിയ താടിയും മുടിയും കയ്യിലൊരു വടിയൊക്കെ പിടിച്ച്. അപ്പൊ ജനങ്ങളെല്ലാം ഫറവോന്റെ അടുക്ക വന്നെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. ഫറവോനോട് എന്ന് കേണു വീണ് അപേക്ഷിക്കുക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാവികളാ ഞങ്ങളോട് കരുണ തോന്നണമേ. അങ്ങനുണ്ട്. ജനങ്ങളെല്ലാം ചെന്ന് ഫറവോനോട് പറയുക, ഞങ്ങളെ രക്ഷിക്കണമെന്ന്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ക്ഷാമമാണ്. അപ്പൊ ഫറവോൻ പറഞ്ഞൊരു പദം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? തള്ള പാട്ട് മറന്നു പോയത് പോലെ. സ്തോത്രം. നിങ്ങൾ ഭാഷന്മാരെടുത്തെങ്കിലും ഒന്ന് വായിരു. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ
നോക്കി നിങ്ങൾ തമ്മിൽ നിൽക്കുന്നു. തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ആ. ഞാൻ കേട്ടിരിക്കുന്നു. ആ. നാം മരിക്കാതെ നാം മരിക്കാറെ ജീവിച്ചിരിക്കേണ്ടത്. അല്ല മോളെ, 41-ാം അധ്യായത്തിന്റെ ഒടുവിൽ ക്ഷാമമെല്ലാം കൂടെ കഠിനപ്പെട്ടപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ഫറവോന്റെ അടുക്ക വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് വായിച്ചേ. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ യോസേഫിന്റെ അടുക്കൽ വന്നു. അല്ലല്ല, ഫറവോന്റെ അടുക്ക വന്നെന്നുണ്ട് ആദ്യം. ഇത് പിന്നെ യോസേഫിന്റെ ഒക്കെ വന്നതാ. നിങ്ങൾ പാസ്റ്റർമാര് 55 പിന്നെ മിസ്രൈം ദേശത്ത് എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ഫറവോന്റെ അടുക്ക വന്ന് നിലവിളിക്കുക. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഫറവോനോട് ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പൊ ഫറവോൻ എന്നാ പറഞ്ഞേ? ഫറവോൻ മിസ്രൈമ്യരോടൊക്കെ നന്നായിട്ട് വായിച്ചതാ, എനിക്കും പോണം. ഫറവോൻ മിസ്രൈമ്യരോടൊക്കെ മിസ്രൈമ്യരോട് പറയാ, മിസ്രൈമ്യരോട് നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. നിങ്ങൾ ഇവിടെ കിടന്ന് എന്റെ മുന്നിൽ കിടന്ന് അപേക്ഷിക്കണമേ, ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയാതെ ഞാനിങ്ങനെ താടിയും മുടിയും മടിയായിട്ട് ഇവിടെ ഇരിക്കുന്നല്ലാതെ കാശിന് എന്നെ കൊണ്ട് ഗുണം വരികയല്ല. ആരാണ്ട് കയ്യിലൊരു വടിയും പിടിപ്പിച്ച് എനിക്ക് അനങ്ങാൻ മേലാതെ ഞാൻ പരുവക്കേടി ഇവിടെ ഇരിക്കുക. നിങ്ങൾ എന്റെ താടിയും മുടിയും മടിയും കണ്ട് ഇവിടെ കിടന്ന് നിലവിളിക്കരുത്. നിങ്ങൾ സൂക്ഷം യോസഫിന്റെ അടുക്കൽ ചെല്ലണം. അങ്ങനല്ലേ നിങ്ങള് യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലുവി. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ അത് തന്നെ കാനാവിലും അമ്മ പറഞ്ഞത്. എന്നെ പിടിച്ച് ഇടയ്ക്ക് നിർത്താതെ ഞാൻ മധ്യത്തേക്ക് നിന്നിട്ടൊന്നൊരു കാര്യമല്ല. അവൻ എന്തേലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യേ. പറ്റതള്ളയാകുന്ന ഞാനെ പറ്റതള്ളയൊക്കെ ആ കാര്യം ചെയ്യുക, ഞാനെ പ്രസവിച്ചത്. പക്ഷെ എന്നെ പിടിച്ച് ഇടയ്ക്ക് നിർത്തരുത്, എന്നെ കൊണ്ട് കഴിവില്ല. ആമൻ സ്തോത്രം. അമ്മ ഇതിനിടയ്ക്ക് നിൽക്കണം. അമ്മ മകൻ ഇവിടെ നടക്കുന്ന കേസല്ല, ഡയറക്റ്റ് കാര്യം പറഞ്ഞോണം. ദൈവത്തിന് മനുഷ്യക്ക് മധ്യസ്ഥനൊരുവൻ, യേശു ക്രിസ്തു മാത്രം. അപ്പൊ ഫറവോന്റെ അടുക്ക വന്ന് നിലവിളിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞു, ഞാനിങ്ങനെ മുടിയും താടിയും മടിയും കൊടയും വെടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ എന്നെ കൊണ്ടൊന്നും നടക്കുകയല്ല. നിങ്ങൾ യോസേപ്പിന്റെ അടുക്ക ചെല്ലാം. യോസേപ്പ് ആരാ? 42:6 വായിച്ചേ മോളെ. യോസേപ്പ് ആരാ? 42:6. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അടുത്തത് അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റ്. യോസേഫ് ദേശത്തിന് അധിപതിയായി. ഇന്ന് രാത്രി നല്ല യോസേഫ് ആകുന്ന യേശു ക്രിസ്തു, അവനാണ് സകലത്തിന്റെ അധിപതി. നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കണം, ഉപേക്ഷിക്കരുതെന്ന് നിലവിളിച്ചതിന്റെ ആയുസും അവസരവും നഷ്ടപ്പെടുത്താതെ നീ നല്ല യോസേഫ് ആകുന്ന യേശുവിന്റെ അടുക്ക വരണം. യേശു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ വിടുവിക്കും, യേശു ക്ഷാമകാലത്ത് നിന്നെ പുലർത്തും. ഞാൻ കാലിന് വേദനയുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. നിന്നാലും ഞാൻ ഇതൊക്കെ തന്നെ പറയുള്ളൂ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്പം പറയുക യാക്കോബ് പിള്ളേരോട്, നിങ്ങൾ ഈ തമ്മിൽ നോക്കി നിൽക്കാതെ മിസ്രയീമിൽ ചെല്ലണം. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് ധാന്യം കൊള്ളണം. അപ്പം ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്താ ഇതിന്റെ ആത്മീയ അർത്ഥം? മിസ്രയീം എന്തുവാ? വായിച്ചേ മോളെ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് 11:8. പെട്ടെന്ന് വായിച്ചോ. വെളിപ്പാട് 11:8. മിസ്രയീം ഏതാണെന്ന് തെളിയിക്കുക. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതികളിൽ അവരുടെ ശവം കിടക്കും. അപ്പോൾ ആത്മീകമായി മിസ്രയീമെന്ന് പേരുള്ള മഹാനഗരം. വെളിപ്പാട് പുസ്തകം പഠിക്കുന്നവർക്കറിയാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വിവാദ അധ്യായമാ. 2 സാക്ഷികളാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഹാനോക്കും ഏലിയാവും വന്ന്, ഏലിയാവും ഹാനോക്ക് വന്നും അത് 2 കൂട്ടരും അല്ലെന്നും വാദിക്കുക. അതവിടെ നിൽക്കട്ടെ. 2 സാക്ഷികൾ, അവരുടെ വിഷയമാ 11-ാം അധ്യായം. ഈ 2 സാക്ഷികൾ മരിക്കും, അവരുടെ ശവം ലോകം മുഴുവൻ കാണും. അതാ അവിടുത്തെ വിഷയം. ആ കാണുന്ന കാര്യത്തെ പറ്റി പറഞ്ഞത് 11:8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോലോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതികളിൽ ഇവരുടെ ശവം കിടക്കും. അപ്പോൾ ആത്മീകമായി മിസ്രയീമെന്ന് പേരുള്ള സ്ഥലം, ആ സ്ഥലത്തിന്റെ പ്രത്യേകത എഴുതിയിരിക്കുക, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം. അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, മിസ്രയീമിൽ ചെന്ന്
പറയുന്നതിന്റെ കാര്യം എന്നാന്നറിയാമോ? ക്രൂശിന്റെ ചുവട്ടിൽ ചെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ ചെയ്താൽ നീ മരിക്കത്തില്ല, നീ ജീവിച്ചിരിക്കും. ഇന്ന് രാത്രി നിനക്ക് ജീവൻ വേണോ? സമൃദ്ധിയായ ജീവൻ വേണോ? ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനോട് നിലവിളിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. എന്റെ യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും? ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ഏത് പാപി അനുദമിച്ച് പ്രാർത്ഥിച്ചാൽ അവനെ രക്ഷിക്കുന്ന ദൈവമാണ് ക്രിസ്തു. ഇന്ന് രാത്രി നിനക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ജീവൻ ടോൺ കഴിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. സ്തോത്രം. ഇപ്പൊ അങ്ങനെ ഒത്തിരി അങ്ങാടിയിൽ സുലഭമാണല്ലോ പരസ്യം കണ്ടാൽ തന്നെ നമ്മള് ചില പറയാണ്ട് ഇത് കലക്കി കുടിച്ചാൽ മതി, മറ്റു കുഴപ്പമൊന്നും. കലക്കി കുടിച്ച ചാണ്ട ചേര വേരിനിടെ കയറിയതുപോലെ എന്നാ പറ്റി? ഞാൻ ഒരു സാധനം വൈകിട്ട് കലക്കി കുടിക്കുക. നേരത്തെ ഇച്ചിരി ചൂട് കഞ്ഞി കുടിച്ചുകൊണ്ട് കിടന്ന തങ്കയാ. വല്ല കാര്യമുള്ള കാര്യമാണോ? നീ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിനക്ക് ജീവിച്ചിരിക്കാം. ഇനി ചടികടാന്ന് വായിക്കണം, സമയം പോകുന്നു കേട്ടോ. 2, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം. വായിച്ചേ മോളെ, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ചേ. ചടികടാന്ന് വായിക്കണം. പുറപ്പാട് 30:20. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ജീവിച്ചിരിക്കാൻ 1, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെല്ലുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. വെള്ളം കൊണ്ടൊരു പരിപാടിയുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഇപ്പം വിടാ എല്ലാരെയും. മരിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട 2ാമത്തെ കാര്യം വെള്ളം കൊണ്ടൊന്ന് കഴുകണം. എന്ന് പറഞ്ഞാ നീ സ്നാനപ്പെടണമെന്ന്. തളിച്ചേച്ച് പോകുന്ന കാര്യമല്ല പറഞ്ഞത്, മെഴുക്കിയെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇച്ചിരി വെള്ളം എടുത്തേച്ച് കുടഞ്ഞേച്ച് സ്നാനപ്പെട്ടു പൊക്കോ. വെള്ളത്തിൽ മുങ്ങണം. വെള്ളമുള്ള സ്ഥലത്ത് ചെല്ലണം. വെള്ളമുള്ള സ്ഥലം കണ്ടപ്പോൾ ആ ക്ഷണം പറഞ്ഞ് വെള്ളം താണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വെള്ളം അങ്ങനെ മിക്കടത്തും ഉണ്ട്, വെള്ളമുണ്ട്, വെള്ളം അടിക്കുന്നവരും ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ വിഷയമല്ല, എനിക്ക് സ്നാനപ്പെടണം. എന്നാ ചാടി ഇറങ്ങിക്കോളാൻ പറഞ്ഞില്ല. നീ വിശ്വസിക്കുന്നു? എന്നാ മുക്കാം. ആര് മുങ്ങണം? വിശ്വസിക്കുന്നവൻ മുങ്ങണം. വിശ്വസിക്കുന്നവൻ ഏറ്റു പറയണം. വെള്ളം ഉള്ളിടത്ത് മുങ്ങണം. സ്നാനപ്പെടുത്തുന്ന പുള്ളിയും സ്നാനപ്പെടേണ്ട പുള്ളിയും വെള്ളത്തിൽ ഇറങ്ങണം. അല്ലാതെ ബക്കറ്റിനകത്ത് ഇച്ചിരി വെള്ളം കോരി വെച്ചേച്ച് അതിനകത്തിട്ട് മെഴുക്കി എടുക്കുകയല്ല. ബേസിനകത്ത് മുടുത്തൊരു ബേസൻ കൊണ്ടുവന്ന് ഇച്ചിരി വെള്ളം വെച്ചേച്ച് സ്വത്ര സ്നാനപ്പെട്ടു. അല്ലല്ല, സ്നാനപ്പെടുത്താനായിട്ട് എടുത്തോണ്ട് വരികയല്ല. പാവോ സ്നാനപ്പെടുത്താൻ കരയരുത് സ്വത്ര മകനെ. അങ്ങനെയാണോ സ്നാനപ്പെടുത്തുന്നത്? അങ്ങനെയാണോ? കരയരുത്. ഇപ്പം വരെ സ്നാനപ്പെടുത്താൻ പുള്ളി ഡ്രസ് ഇട്ടോണ്ടിരിക്കുക. കരയരുത്. ആവോ പെട്ടെന്ന് വരാൻ പറ, കൊച്ചു പനക്കേടാ, പെട്ടെന്ന് വരാൻ പറ. മറ്റേ പുള്ളി പറഞ്ഞു പുള്ളി ബട്ടൺസ് ഇട്ടോണ്ടിരിക്കുകയാണ്. പെടലി മുതൽ ബട്ടൺസാ, ഇവിടെ മുതൽ അങ്ങ് ബട്ടൺസാ ഇട്ടോണ്ട് വരാം. ഇത്ര ഇടണ്ടേ? പുള്ളി ഇച്ചിരി താമസിക്കുമെന്നാ കേൾക്കുന്നത്. യോടി കൊച്ചു പിന്നെ പാട്ട് പാടി ഓമന തിങ്കൾ കീടാവോ നല്ല. അങ്ങനെയാണോ സ്നാനം? സ്നാനപ്പെടുത്തുന്ന അങ്ങനെ അല്ലെന്ന്. സ്നാനപ്പെടേണ്ട പുള്ളിയും സ്നാനപ്പെടുത്തേണ്ട പുള്ളിയും വെള്ളത്തിലിറങ്ങണം. യേശുവിനെ ആരും എടുത്തോണ്ട് വരികയല്ല, യേശു നടന്നാ വന്നേ. സ്നാനം പ്രതിഗ്രഹിപ്പാൻ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ.
ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ, യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രം ഓർത്തിടുവീൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രം ഓർത്തിടുവീൻ. തന്നെ തടയുന്നില്ല സ്നാപകൻ താഴ്മയോടെ. യോഹന്നാൻ തടഞ്ഞു, യേശു സ്നാനപ്പെടുമ്പോ യോഹന്നാൻ തടഞ്ഞു. അയ്യോ എന്തോ എന്റെ പിന്നെ ഇവിടുത്തെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല, എന്റെ കീഴിൽ വന്ന് സ്നാനപ്പെടുന്നു. അല്ല, യോഹന്നാൻ തടഞ്ഞു. തന്നെ തടയുന്നില്ല സ്നാപകൻ താഴ്മ. കൈ കാണിച്ച് ഇപ്പൊ അടിക്കരുതെന്ന്. അവൻ അടിക്കാനായിട്ട് തന്നെ ഇരിക്കുക, ഏതിനും കയറി അടിക്കുമെന്ന്. തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ. യേശുവിനോട് പറയാ, നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ, അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. യോഹന്നാൻ അങ്ങോട്ട്, ഉടനെ യേശു ഇങ്ങോട്ട്. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകലരോടും പറയുക, സ്നാനപ്പെടാത്ത ആരേലും ഉണ്ടെങ്കിൽ നിന്നോട് പറയുക, ജീവിച്ചിരിക്കാൻ നീ സ്നാനപ്പെടണം. അതുകൊണ്ട് മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതം. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിന് കൂട്ടാതെ സോപ്പും ഒക്കെ കിട്ടും, ഇന്ത്യൻ സോപ്പും കിട്ടും. അങ്ങച്ചാ ഇങ്ങോട്ട് നോക്കേ, നീ ഉമ്മ അതിലെല്ലാം പള്ളിക്ക് ചുറ്റും കറങ്ങി നടക്കാതെ നീ സ്നാനപ്പെടണമെന്ന്. അത് ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, അതിന് ലൈഫോയി സോപ്പ്. ഇപ്പൊ പരസ്യമൊക്കെ ഉണ്ടല്ലോ, ലൈഫോയി എന്തോ അതിന് ഒരു പരസ്യം ഉണ്ടെന്ന് പരസ്യം പറയുമല്ലോ. ഓ ലൈഫോയി എവിടെ? അവിടാണ്. പുളിയൊന്നും ഇല്ലയോ? ഇത് ലൈഫോയി ഉണ്ടെന്നേ. പിന്നെ ചന്ദ്രിക നല്ല പറയാ. വേറെ ഏതാ? ജഡത്തിന്റെ അടുക്ക് കളയാൻ അങ്ങനെ സോപ്പും ഇഞ്ചയും തത്തുല്യമായ കാര്യമുണ്ട്. സ്നാനം ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. യേശു മാതൃക കാണിച്ചു തന്നു. യേശു ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ. അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ജീവിച്ചിരിക്കാൻ 2 വെള്ളം കൊണ്ട് കഴുകണം. അത് സ്നാനത്തെ കൂടെ കുറിക്കുക. സ്നാനപ്പെട്ടേ ഒക്കൂ. അത് വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. ആരേലും ഈ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒറ്റ ദിവസം യോഗമായതുകൊണ്ട് ഇത് പറഞ്ഞേക്കോളൂ, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3 ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഇതൊക്കെ വിശദീകരിക്കേണ്ടതാ, ഞാൻ ഓടിച്ചങ്ങ് പോവുക. 3 ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? മോളെ, പുറപ്പാട് പുസ്തകം അതിന്റെ 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ജീവിച്ചിരിക്കാൻ എന്നോ ചെയ്യണം? പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം ആയിരേ. യഹോവയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും, മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കുമ്പോഴും
വരുമ്പോഴും ആ അവൻ മരിക്കാതിരിക്കേണ്ടതിന് മരിക്കാതെ ഇരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. അതിന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം എന്തിനാന്നറിയാവോ? മരിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ. അപ്പൊ ജീവിക്കാൻ മൂന്നാമത്തെ കാര്യം ശബ്ദം കേൾക്കണം. എന്തോ ശബ്ദമാ? എന്തിന്റെ ശബ്ദമാ? പാവം മായി ചേരുന്നല്ലാതെ എന്നാ ശബ്ദമാന്ന് പോലും. മണിയടി. അതാരാ പറഞ്ഞേ? പേരെന്നാ? ഉറക്കെ പറ. അതിനെ കൊള്ളുകല്ലാത്ത പേരാണോ? രാധമ്മ. അപ്പൊ രാധമ്മ അതിന് ആൻസർ പറഞ്ഞു. ശബ്ദം കേൾക്കണം. എന്തിനാന്നറിയാം? മണിയടി. അഗഡോന്റെ ഏഭോളുണ്ടല്ലോ, വിസ്തരിക്കാൻ നേരമില്ല. ഈ പൗരോഹിത്യ വസ്ത്രം ധരിക്കുമ്പോൾ അതിന് ഏഭോറ്. അപ്പോൾ 31 വാക്യം മുതൽ വായിച്ചേ മോളെ, പെട്ടെന്ന് വായിര്. ഏഫോദിന്റെ അങ്കി മുഴുവൻ നീല നൂൽ കൊണ്ട് നിർമ്മിക്കണം, ഉണ്ടാക്കണം. പിന്നെ അതിന്റെ നടുവില് തല കടത്താൻ ഒരു ദ്വാരം വേണം. പിന്നെ ദ്വാരത്തിന്റെ നെയ്ത്തുപണിയായി ഒരു നാട് ചുറ്റിലും വേണം. പിന്നെ അടുത്തത് അത് കീറിപ്പോകാതിരിക്കാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. അടുത്തത് നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല് എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും. മാതളപ്പഴം നൂല് കൊണ്ട്, നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്. അതുകൊണ്ട് എന്തോ ഉണ്ടാക്കണം? മാതളപ്പഴം. ഏതാ? അനാറ്. മാതളപ്പഴം ഉണ്ടാക്കണം. അവയുടെ ഇടയിൽ അത് കടിച്ചും പറിച്ചു ഇരിക്കാനല്ല. പിന്നെ അവയുടെ ഇടയിൽ മാതളപ്പഴത്തിന് ഇടയിലെ ചുറ്റും പൊന്നുകൊണ്ട് മണി. അതാ രാധമ്മ പറഞ്ഞ മണിയടിയുന്നു. പൊന്നുകൊണ്ട് മണികൾ ഉണ്ടാക്കണം. പിന്നെ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി. ഈ അങ്കിയുടെ വിളുമ്പിന് ചുറ്റും, സ്തോത്രം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം. ഇപ്പറ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി. പിന്നെ ഇപ്പറ ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, അപ്പറ ഒരു മാതളപ്പഴം. ഇങ്ങനെ വേണം. ഇങ്ങനെ വേണം. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതിന് ചുറ്റുമേ ഒരു മാതളപ്പഴം, അതിനിപ്പറ ഒരു പൊന്മണി, ഇപ്പറ സൂക്ഷിച്ച ഒരു മാതളപ്പഴം, അതിനിപ്പറ ഒരു പൊന്മണി. ഇതിങ്ങനെ ചുറ്റോട് ചുറ്റും കിടക്കണം. അപ്പൊ അഹരോന് ശുശ്രൂഷ ചെയ്യാൻ അകത്തോട്ട് കയറി അവിടെ ചെന്ന് അനങ്ങാതിരിക്കരുത്. ചില ഉപദേശമാരുണ്ട്, സ്തുതിച്ചാട്ടെ. മണിയടിയില്ല, ഗിണിയടിയില്ല. ഒരിക്കൽ കൂടെ അഹരോൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അടങ്ങി നിൽക്കരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ നീ പരിശുദ്ധൻ. ദൈവമേ, എനിക്കിരിക്കണ വലിച്ചെടുക്കരുത്. ഞാൻ എഴുന്നേറ്റ് ഉടനെ അത് വലിക്കുന്നത്. അപ്പോൾ അഹരോൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് നിൽക്കണം. ദൈവത്തെ സ്തുതിച്ച് നിൽക്കുമ്പോൾ ഈ പൊന്മണിയും മാതളപ്പഴവും കൂട്ടിമുട്ടും. ഈ മാതളപ്പഴം ചെന്ന് പൊന്മണിക്കിട്ടൊരു അടി അടിക്കും. മാതളപ്പഴം അങ്ങോട്ടൊരടി. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഈ മാതളപ്പഴം അപ്പുറം ചെന്ന് പൊന്മണിക്കിട്ട് ഗ്ലോറി. ഉടനെ ഈ അടി കൊണ്ട മണി ഇപ്പറ ചെന്ന് മാതളപ്പഴത്തിന് കാൽവരി രക്തം. ഉടനെ ഈ മാതളപ്പഴം ഇപ്പറ ചെന്ന് മറുഭാഷ. ഉടനെ ഇപ്പോഴത്തെ ഈ മാതളപ്പഴം അവിടെ ചെന്ന് ഭാഷയുടെ വ്യാഖ്യാനം. അപ്പൊ ഈ മാതളപ്പഴം അപ്പുറം ചെന്ന് വിക്ടറി. അപ്പൊ ഇതിങ്ങനെ ഗ്ലോറി, വിക്ടറി, മഹത്വം, അല്ലെ കാൽവരി, യേശുവിന്റെ രക്തം, പ്രൈസ് ദി ലോർഡ് ജീസസ് എന്നിങ്ങനെ അടിച്ചടിച്ച്. അപ്പൊ ഇതിന്റെ ശബ്ദം ഇങ്ങനെ മുഖരിതമാണ്. മനസ്സിലാകുന്നുണ്ടോ? മരിക്കാതിരിക്കാൻ ഈ മണിയടി കേൾക്കണം, ശബ്ദം കേൾക്കണം. എന്ന് പറഞ്ഞാൽ നീ ആത്മനിറവി ദൈവത്തെ ആരാധിക്കണം. സഭയിൽ വരുന്ന സകലയെണ്ണോ അഭിഷേകം പ്രാപിക്കണമെന്ന്. അല്ല തമ്പേറടിക്കുമ്പോൾ തവളയാടും പോലെ 3 ചാട്ടം ചാടിയെ ചടങ്ങിയിരിക്കുകയല്ല. നീ ആത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ ആരുടെ കുത്തകയല്ല. ഇത് നിന്നിട്ടില്ല. നിന്നെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു. നിന്നായിരിക്കും. അവൻ നമുക്ക് നിന്നിട്ടില്ല, ഇതിപ്പോ നിക്കത്തുമില്ല. നീ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. അന്യഭാഷ പറയുന്നത് മൂപ്പനോടോ പാസ്റ്ററോടോ അല്ല, ദൈവത്തോടാ. അല്ല, ആരും ഒട്ടും മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയത്തില്ല. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിച്ചിരിക്കാൻ അവൻ ഇതിന്റെ ശബ്ദം കേൾക്കണം. സ്തോത്രം. ശബ്ദം കേൾക്കണം. സഭയിൽ വരുന്ന അകലെയാണോ അഭിഷേകം പ്രാപിക്കണം. പാട്ട് പാടുന്നവരെല്ലാം അഭിഷേകം പ്രാപിക്കണം. ഇത് മനുഷ്യൻ പ്രാച്ചല്ലേ? എന്നാടാ സംശയം? പ്രാച്ചല്ലേ? എല്ലാവരും അഭിഷേകം പ്രാപിച്ചിരിക്കണം. പ്രാപിക്കാത്തവര് പ്രാർത്ഥിക്കണം.
ഇതാരും തരുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. നിന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം നിറയ്ക്കും. അപ്പോൾ ഇതിന്റെ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞാൽ ആത്മനിറവ് ദൈവത്തെ ആരാധിക്കണം. എന്തിന്? ജീവിച്ചിരിക്കാൻ. ഒന്ന്, ജീവിച്ചിരിക്കാൻ രക്ഷിക്കപ്പെടണം, ക്രൂശന്റെ ചവിട്ടി വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, ജീവിച്ചിരിക്കാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മൂന്ന്, ജീവിച്ചിരിക്കാൻ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓടിച്ചു നിർത്താം, അതിപ്പോ നടക്കുള്ളൂ. നാല്, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യം വായിച്ചേ മോളെ, പെട്ടെന്ന് വായിരുന്നു നിർത്താം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം. സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും അരുത്, തൊടുകയും അരുത്. എല്ലാം വ്യാഖ്യാനിക്കാൻ തരില്ല. അമ്മാമ്മയും പാമ്പുമായിട്ടുള്ള സംഭാഷണമാ. പാമ്പും അമ്മാമ്മയും. അമ്മാമ്മ തോട്ടത്തിലെ അമ്മാമ്മ, പാമ്പോ അല്ലല്ല, പാമ്പ് കാട്ടിലെ. 3-1 വായിച്ച നമ്മൾ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് എവിടുത്തെയാ? കാട്ടിലെ. അമ്മാമ്മയോ? അമ്മാമ്മ തോട്ടത്തിലെ. അപ്പം തോട്ടത്തിലെ അമ്മാമ്മ, കാട്ടിലെ പാമ്പ്. ഈ തോട്ടത്തിലെ അമ്മാമ്മയ്ക്ക് എന്തിനാ കാട്ടിലെ പാമ്പായിട്ട് ചെങ്ങാത്തം? പാമ്പിന്റെ ഫോൺ നമ്പർ എന്തിനാ അമ്മാമ്മ മേടിക്കുന്നത്? രാത്രി 11 കഴിയുമ്പോ പാമ്പിന്റെ ഒരു മിസ് കോള് വാട്സപ്പിനകത്ത്, ക്ലീൻ ഹായ്. ഉടനെ അമ്മാമ്മ തിക്കും പൊക്കുന്നുണ്ട്, തിരിച്ച് ക്ലീൻ. പാമ്പ് നോക്കി ഹായ്. ഉടനെ പാമ്പ് ഇങ്ങോട്ട് ക്ലീൻ. ഉറങ്ങിയില്ലേ? ഉടനെ അമ്മാമ്മ അങ്ങോട്ട് ക്ലീൻ. ഉറക്കം വരുന്നില്ല. ഉടനെ പാമ്പ് നാളെ ഒരു 10:30 ആകുമ്പോൾ ഞാൻ വരും. ഉടനെ അമ്മാമ്മ ക്ലീൻ അങ്ങോട്ട് 11:30 വന്നാൽ മതി, അച്ചായം 10:30 ആയിട്ടേ തോട്ടത്തിലോട്ട് പണിക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും അറിയാൻ മേല, ഒന്നും വിവരിക്കുന്നില്ല ഞാൻ. അപ്പൊ അമ്മാമ്മയും പാമ്പുമായിട്ട് ഇങ്ങനെ സംഭാഷിച്ച് ചങ്ങാത്തം കൂടി ഒടുവിൽ പാമ്പ് അച്ചായനില്ലാഞ്ഞ സമയത്ത് തോട്ടത്തിൽ വന്നു. 2 പേരുടെ കാര്യമൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവൻ ഈ തള്ളയെ ചതിച്ചു. സർപ്പ ഉപായത്താൽ ഹവ്വായെ ചതിച്ചു. അപ്പൊ ഈ ചതിക്കുന്നതിന് മുമ്പ് ഇവര് സംഭാഷിക്കുമ്പം അമ്മാമ്മ പറയുന്ന ഒരു പദമാണ് നമ്മൾ വായിച്ചത്. മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള, വായിച്ച മോളെ, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന്. അത് തള്ള കയ്യിൽ നിന്നിട്ട് തൊടരുത്, തൊടുകയൊക്കെ ചെയ്യാം, തിന്നരുതെന്നേ ദൈവം പറഞ്ഞോളൂ. എന്തായാലും ഒറ്റ വാക്കിൽ പറയാ, മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറയാ, അരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യരുത്, അരുത് എന്ന് പറയുന്ന കാര്യം ആവർത്തിക്കരുത്. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്ക് പറയാ, മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ദൈവമക്കളോട് ബന്ധപ്പെട്ട് പറയാ, വേർപാട് പാലിക്കണം, വേർപാട് പാലിക്കണം. എല്ലാ വിഷയത്തിലും ദൈവമക്കൾ വേർപാട് പാലിക്കണം. വാക്കിലും പ്രവൃത്തിയിലും വസ്ത്രധാരണത്തിലും സംസാരത്തിലും ആരാധനയിലും കൂട്ടായ്മയിലും പോക്കിലും വരവിലും ഒരു ദൈവപൈതൽ വേർപാട് പാലിക്കണം. നീ വേർപാട് പാലിച്ചാൽ നിനക്ക് ജീവിച്ചിരിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വേർപാട് പാലിച്ചാൽ നിനക്ക് ജീവിച്ചിരിക്കാം. 1, രക്ഷിക്കപ്പെടണം, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി. 2, ജീവിച്ചിരിക്കാൻ വെള്ളത്തിൽ മുങ്ങണം. 3, ജീവിച്ചിരിക്കാൻ ശബ്ദം കേൾക്കണം, മണിയടി, മറുഭാഷ, സ്തോത്രം. 4, വേർപാട് പാലിക്കണം. 5, ഒത്തിരി ഉണ്ട്, ഒന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്തി നമുക്ക് പിരിയാ, ഇപ്പം തന്നെ സമയം പോയി. ഒരു വാക്യം കൂടെ വായിച്ചേ മോളെ. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. ജീവിച്ചിരിക്കാൻ എന്നാ ചെയ്യണമെന്നാ? വായിരു മോളെ. യഹോവ അഹരോനോട് അരുളി ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കിടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്, വീഞ്ഞും മദ്യവും
കുടിക്കരുത്. കുടിക്കരുത്. ഇത് മരിച്ചു പോകാതിരിക്കാൻ ഇതൊന്നും പാടില്ല. വേർപാട് കർക്കശമായി പാലിക്കണം. കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. ഒറ്റ വാതിലേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഏത് സമയത്ത് നീ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയര്, മരിക്കാതെ ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണമെന്നാണ് ഇന്ന് രാത്രി പറഞ്ഞത്. ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, ആത്മസ്നാനം പ്രാപിച്ച് മറുഭാഷ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് പ്രാർത്ഥിക്ക് ദൈവം തരും. 4, കർക്കശമായ വേർപാട് പാലിക്കണം. ആമൻ. 5, ആമൻ, വീഞ്ഞും മദ്യമൊന്നും കുടിക്കരുത്. ആമൻ, സ്തോത്രം. അടുത്ത ഭാഗത്തോട് ചേർന്ന് പഠിച്ചാൽ ഇങ്ങനെ കിടപ്പുണ്ട്: കൂടാരം വിട്ട് വെളിയിൽ പോകരുത്. ഈ കൂട്ടായ്മ വിട്ടാരും പുറകോട്ട് പോകരുത്. നീ രക്ഷിക്കപ്പെട്ടത് ഞാനെപ്പറ്റി കൂട്ടായ്മയിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. ഈ കൂട്ടായ്മ വിട്ട് നീ പുറകോട്ട് പോകരുത്. ഞാൻ എൻ്റെ ശൈലി പറയാ, രക്ഷിക്കപ്പെട്ടതായതിന്റെ അടിസ്ഥാന പ്രമാണം. എന്നാൽ എൻ്റെ ശൈലി പറയാ, പെന്തിക്കോസ് വന്നതാണ് നിന്റെ ഭാഗ്യം. നീ ഒരു ബന്ധിക്കോസുകാരനായതൊരു വലിയ മഹാഭാഗ്യമാ. എന്നെ കേൾക്കുന്ന സഹപഠന്മാരോട് പറയട്ടെ, ഈ ശുശ്രൂഷ ചെയ്യുന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. യാതൊരു യോഗ്യതയുമില്ലാതെ മെനക്കെട്ട് നടന്ന എന്നെയും നിങ്ങളെ യേശു രക്ഷിച്ച് മകനീയമായ ശുശ്രൂഷ ഏൽപ്പിച്ചു. അന്ത്യം വരെ വിശ്വസ്തയോടെ ഈ ശുശ്രൂഷ ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാം. യേശുവേ, നിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, ഈ ദേശത്തെ രക്ഷിക്കണം, കൂട്ടായ്മക്കാരെ രക്ഷിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ ദൈവത്തിന് മകൻ. സ്റ്റേജിൽ നിൽക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റാട്ടെ. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ഒരു പാട്ട് പാടുക. എഴുന്നേറ്റ് പാടാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. അത്യാവശ്യമുള്ളൊരു പൊക്കോ ഇപ്പൊ എനിക്ക് കാണാമല്ലോ. നിന്നുകൊണ്ട് 2 ശീല് പാട്ട് പാടി നിങ്ങൾ കൈ അടിച്ച് പാടി നമുക്ക് ഇന്ന് രാത്രി പിരിയാം. ഒരു ദിവസത്തെ യോഗമായതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. നിങ്ങൾ സഹകരിച്ചതിന് ഈ നാട്ടിലുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പ മിനിറ്റുകൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. യേശു മാത്രമാണ് രക്ഷകൻ. ആമേൻ. എല്ലാവരും കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൂറ്റാർ ഉടയവരും. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൂറ്റാർ. കൈയടിച്ച് ചേർന്ന് കൂടുവിട്ടു നീ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ വരുവീ ഈ നല്ല സമയം. മൈക്ക് കൂടെ ചേർന്ന് ഓ വരുവീ ഈ നല്ല സമയം. ചേർന്ന് പാടും. ഓ തീരാത്ത പാവവ്യാധിയെയോ മാറാത്ത എല്ലാ ബലഹീനവും. ഓ തീരാത്ത പാവവ്യാധിയെയോ ഓ ഘോര കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി നൽ അടിപ്പിണരാൽ വരുവീ ഈ നല്ല സമയം. വരുവീ ഈ നല്ല സമയം. ഓ സത്യഭജന കേട്ടു നീവാ നിത്യജീവൻ നിനക്ക് കിടുമേ. സത്യഭജന കേട്ടു നിത്യജീവൻ നിനക്ക് കിടുമേ. നിന്റെയും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുവീ ഈ നല്ല സമയം. നിന്നെ യേശു വിളിച്ചിടുന്നു. നല്ല സമയം. നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നല്ല സമയം. കൈയടിച്ച് ചേർന്ന് ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം. കൈയടിച്ച് ചേർന്ന് ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം. നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം. ഓ നിരബല
ഓ റിബിക്കപരപടമല്ല, റിബിക്കപരപടമല്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഗ്ലോറി. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. ഈ ശുശ്രൂഷയിൽ സഹകരിച്ച ദൈവമക്കൾക്കും നാട്ടുകാർക്കും അയലത്തുള്ള പ്രിയപ്പെട്ടവർക്കും ഈ സ്ഥലം കൊടുത്ത പ്രിയപ്പെട്ടവർക്കും ആദരണീയ കർത്തൃദാസന്മാർക്കും വിശേഷിച്ച് ഈ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്കും മോൻ നന്നായിരിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോൾ എന്നെയും കുടുംബത്തെയും തിരുവല്ല ഹബ്രോൻ ചർച്ചിനെയും കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തലകടവള